ഓം നമഃ ശിവായ. ദീപം ജ്യോതി പരബ്രഹ്മ ദീപം സുരത് മോപഹം ദീപേന സാധിതേ സുരം സന്ധ്യ ദീപം നമോസ്തുതേ. എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരം. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം ലോകവ്യാപകമായ ആത്മീയ സർവകലാശാലയാണ്. ഓരോ മനുഷ്യനിലുമുള്ള മൂല്യങ്ങളെ വികസിപ്പിച്ചെടുത്ത് നല്ലത് തിരഞ്ഞെടുക്കാൻ, നന്മയുള്ള വഴികളിലൂടെ സഞ്ചരിക്കാൻ, നമ്മുടെ തെറ്റുകളെ സ്വയം തിരിച്ചറിയാനുള്ള ജ്ഞാനശക്തിയും മനഃശക്തിയും ആത്മീയതയിലൂടെ ലഭിക്കുന്നു. ഈ അനുഗ്രഹീത സന്ധ്യയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം പാലക്കാട്, മലപ്പുറം ജില്ലകളുടെ കോർഡിനേറ്ററുമായ രാജയോഗിനി ബ്രഹ്മകുമാരി മീന ബഹൻജിക്കും ബ്രഹ്മകുമാരി ലക്ഷ്മി സിസ്റ്റർക്കും BK കണ്ണൻ ഭായിക്കും ഹൃദ്യമായ സ്വാഗതം. ആത്മജ്യോതി, ആത്മീയത, കുടുംബജീവിതത്തിൽ എന്ന ഈ സത്സംഗത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. അതിനായി ഗോപികായ ശങ്കരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വെളിച്ചമേ എങ്കരളിൽ കുടിയിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എങ്കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നുമെന്നിൽ കൃപ ചൊരിയണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ. പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ. നാം എല്ലാവരെയും ഈശ്വരീയ സ്മരണയിലേക്ക് നയിച്ച ഗോപികയ്ക്ക് നന്ദി. ആത്മീയത കുടുംബജീവിതത്തിൽ എന്ന ഈ സത്സംഗത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിനായി ഭദ്രദീപം തെളിയിക്കുവാൻ മീന ബഹൻജിയെ ക്ഷണിക്കുന്നു. ഐശ്വര്യനാളങ്ങൾ എത്തുമേ ദീപം, നറുദീപം നിറയട്ടെ മണ്ണിൽ. ശാന്തി. പ്രഭാഷണം ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര ധ്യാനത്തിലേക്ക് നിവർന്നിരിക്കാം. സ്വസ്ഥമായിരിക്കാം. വളരെയധികം സന്തോഷത്തോടെ സന്ധ്യാവന്തന സമയമാണ്. നമുക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടു കൂടി ഭഗവാനെ നമ്മുടെ ഹൃദയ ശ്രീകോവിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കാം.
സ്നേഹത്തിൻ്റെ കടലായ ഭഗവാൻ പരമചൈതന്യം ഈ ദീപാരാധന വേളയിൽ തൻ്റെ സർവ്വനുഗ്രഹങ്ങളും ആശീർവാദവും ചൊരിഞ്ഞുകൊണ്ട് എൻ്റെ ശിരസിന് മുകളിൽ ഭഗവാനുടെ വരദാനീയ ഹസ്തം ഫീൽ ചെയ്യും. സർവേശ്വരൻ സർവശക്തികളുടെയും കരുണ നൽകിക്കൊണ്ട് ഒരു കുട പോലെ ഈശ്വരീയ കുട ഭഗവാന്റെ കുട കീഴിൽ ഞാൻ സദാ സുരക്ഷിതനാണ്. ഈശ്വര ചൈതന്യം മനസ്സിലും ശരീരത്തിലും നിറഞ്ഞ് മനസ്സും ശാന്തമാക്കുകയാണ്. ശരീരവും സ്വസ്ഥമാക്കുകയാണ്. പ്രതിഷ്ഠാദിനമായി ഇന്ന് പ്രാണനതുല്യം പ്രിയങ്കരനായ ഭഗവാനെ തന്നെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈശ്വരീയ സാന്നിധ്യം അനുഭവം ചെയ്തുകൊണ്ട് ഈ സന്ധ്യാവനം ഞാൻ എൻ്റെ സമ്പൂർണ്ണ ശ്രദ്ധ ഭഗവാൻ നൽകുന്ന ഈ ജ്ഞാനാമൃതത്തിലേക്ക് ഒരു വേരാമ്പലിനെ പോലെ ഭഗവാൻ പ്രസാദം പോലെ തരുന്ന ഈ ആത്മീയ സത്സംഗത്തിൻ്റെ ലാഭം എടുക്കുന്നതിനായി എൻ്റെ മനസ്സിനെ പൂർണ്ണമായും ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ശരീരവും മനസ്സും പൂർണ്ണമായും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് സത്സംഗത്തിൻ്റെ പൂർണ്ണ ലാഭം എടുക്കാനായി സമ്പൂർണ്ണ ഏകാഗ്രതയോടെ ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. ശാന്തി. ശാന്തി. ശാന്തി.
ഈ സന്ധ്യാവത്തിന് വേളയിൽ നമ്മളെല്ലാം പ്രതിഷ്ഠാ ദിനത്തിനോടനുബന്ധിച്ച് വിശേഷാലി സത്സംഗത്തിൽ ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും കണ്ടതിൽ വളരെ വളരെ സന്തോഷം. ഇന്നത്തെ നമ്മുടെ വിഷയം കുടുംബജീവിതത്തിലെ ആധ്യാത്മികത. കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ആധ്യാത്മികതയുടെ ആവശ്യമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ തോന്നുന്നത്? ഉണ്ട്. എന്താ ആവശ്യം? എന്താണ് ആവശ്യം? ഒരു സാധനം തന്നെ നമ്മൾ കടയിൽ പോയി വാങ്ങുമ്പോൾ, പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആവശ്യമുള്ള സാധനം വാങ്ങുക. നമുക്ക് എന്തെങ്കിലും കണ്ടു ഇഷ്ടപ്പെട്ടു പറഞ്ഞല്ലല്ലോ വാങ്ങുക. നമുക്കത് ആവശ്യമുണ്ടോ നമ്മൾ ആദ്യം ചിന്തിക്കും. കാരണം ഇഷ്ടപ്പെട്ട് വാങ്ങുന്നതും ആഗ്രഹത്തിന് വാങ്ങുന്നതും ആവശ്യത്തിന് വാങ്ങുന്നത് രണ്ടാണ്. ആഗ്രഹത്തിന് വാങ്ങിയ സാധനം പൊടി പിടിച്ച് വീട്ടിലുണ്ടാകും. പക്ഷെ ആവശ്യമുള്ള സാധനമാണെങ്കിൽ അത് ഉപയോഗിക്കാം. ഒരു സാധനം ആവശ്യമുള്ളതിന് നമ്മൾ പൈസ ചിലവാക്കുമ്പോൾ മാത്രമേ ആ പൈസ നമ്മുടെ സഫലമാവുക. അല്ലെങ്കിൽ ഒരു വസ്തു എനിക്ക് ഇഷ്ടപ്പെട്ടോ പറഞ്ഞ് നമ്മൾ വാങ്ങിക്കൊണ്ട് വെച്ചു, ഉപയോഗമില്ല നമുക്ക് നമ്മുടെ വീട്ടിലെ, പക്ഷെ എൻ്റെ ആഗ്രഹം തീർക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വാങ്ങിയത്. നമ്മളെന്താ വീട്ടിൽ പോയിട്ട് നോക്കണം, അങ്ങനെ എന്തെല്ലാം വസ്തുക്കൾ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ അതെല്ലാം വർഷങ്ങളായിട്ട് വെറുതെ ഇരിക്കുന്നത്. അപ്പം ആ സാധനങ്ങൾക്കെല്ലാം വേണ്ടി നമ്മൾ എത്ര പൈസ ചിലവാക്കിയോ? പൈസയില്ല. ഒരു പാഴ് ഇൻവെസ്റ്റ്മെന്റ് പോലെ ആയിപ്പോയി. അത്രയും പൈസയാണ് നമ്മുടെ വേസ്റ്റേജ്. വസ്തു മാത്രമല്ല അല്ലേ? അത്രയും പൈസ ഉണ്ടാക്കാൻ നമ്മുടെ എത്ര സമയം, എത്ര ഊർജം, അതാരുടെയാണെങ്കിലും നമ്മുടെ കയ്യിൽ വന്ന പൈസ അല്ലെങ്കിൽ ആ സാധനം ആരുടെ അധ്വാനത്തിന്റെ ഫലമാണെങ്കിലും ആവശ്യമില്ലാതെ നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി വാങ്ങുന്നതെല്ലാം എന്ത് ചെയ്യും? അല്ലേ? വേസ്റ്റിൽ പോകും. അതേപോലെ നമ്മളും ആലോചിക്കണം. ആധ്യാത്മികതയുടെ ആവശ്യകത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമുക്ക് ഉപയോഗം ഉണ്ടെങ്കിൽ, ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പം നമ്മൾ അമ്പലത്തിൽ വന്നു, തൊഴുതു, പോയി പോരെ. വീട്ടിൽ നമ്മൾ വിളക്ക് വയ്ക്കുന്നുണ്ട്, തൊഴുന്നുണ്ട്, പൂജ ചെയ്യുന്നുണ്ട്, പോരെ. പിന്നെ ആധ്യാത്മിക ജ്ഞാനത്തിന്റെ ആവശ്യം എന്താണ്? പ്രഭാഷണം തന്നെ കേൾക്കേണ്ടതിന്റെ ആവശ്യം എന്താണ്? കാരണം നമുക്ക് പ്രഭാഷണങ്ങളിലൂടെ എന്താ കിട്ടണം? ജ്ഞാനമാണ് കിട്ടണം. ജ്ഞാനം വെളിച്ചമാണ്, ജ്ഞാനം ശക്തിയാണ്. ജ്ഞാനത്തിന്റെ വെളിച്ചത്തിലൂടെ മാത്രമേ അജ്ഞാനത്തിന്റെ അന്ധകാരം നീങ്ങാൻ കഴിയൂ. ഇപ്പൊ നോക്കൂ, ഇരുട്ടാണ് സമയം. നമ്മളെല്ലാവരും ഇവിടെ വന്നിരുന്നിട്ട് അയ്യോ ആകെ ഇരുട്ട് പറഞ്ഞ ഇരുട്ട് പോവും? ഇല്ല. ഇരുട്ട് പോകാൻ എന്ത് ചെയ്തു? ആരും ഒരാള് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ ചെയ്തു അല്ലേ? സ്വിച്ച് ഇട്ടു, ലൈറ്റ് വന്നു, അപ്പൊ ഇരുട്ട് തന്നെ പോയി. അതേപോലെ നമ്മുടെ ജീവിതത്തില് നമ്മളെല്ലാവരും കുടുംബത്തില് നമ്മുടേതായ ഗൃഹസ്ഥ വ്യവഹാര കാര്യങ്ങളില്, നമ്മുടെ ജോലി, പഠിക്കുന്നവര് പഠിപ്പില്, ബിസിനസ് ചെയ്യുന്നവര് ബിസിനസ്സില്, ജോലി വീടുകളില് വീട്ടുജോലികളിൽ മുഴുകിയിരിക്കുന്നവര്, അല്ലെങ്കിൽ അവനവന്റെ പറമ്പിലെ കാര്യങ്ങൾ നോക്കുന്നവര്, അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, സ്വന്തം വ്യാപാരം നടത്തുന്നവരുണ്ടാവും. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നവരെ നമ്മളെല്ലാവരും അവരവരുടേതായ കർമ്മക്ഷേത്രത്തിൽ എല്ലാവരും ബിസിയാണ്. എല്ലാവരും ബിസിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ചോദിക്കുക, നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്താ ജോലി? അവർക്ക് ജോലിയൊന്നുമില്ല, വീട്ടമ്മയാണ്, അങ്ങനെ പറയരുത്. ജോലിയൊന്നുമില്ല എന്ന് പറയും. കാരണം ഒരു കടയിൽ പോയി വ്യാപാരം ചെയ്യുന്ന ആളെക്കാളും കൂടുതൽ സമയം പണിയെടുക്കുന്നതാര്? ഒരു വീട്ടമ്മയാണ്. ഒരു ഓഫീസിൽ പോയി വർക്ക് ചെയ്യുന്നവർ 8 മണിക്കൂർ 10 മണിക്കൂറായിരിക്കും വർക്ക് ചെയ്യുന്നത്. പക്ഷെ വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 8 മണിക്ക് ഓഫീസിൽ പോകണമെങ്കിൽ അവർക്ക് എത്ര മണിക്ക് എഴുന്നേൽക്കണം? എത്ര മണിക്ക് ജോലി തുടങ്ങണം? ഇനി അവർ ഓഫീസിൽ പോയിട്ട് കടയിൽ പോയിട്ട് വന്നാലും ഈ വീട്ടിലിരിക്കുന്ന വീട്ടമ്മയുടെ ജോലി തീരൂ ഇല്ല. അപ്പൊ വീട്ടിൽ ഓഫീസിൽ പോകുന്നവരെക്കാളും കടയിൽ പോകുന്നവരെക്കാൾ കൂടുതൽ സമയം വർക്ക് ചെയ്യുന്നതാരാണ്? അതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ അമ്മയ്ക്ക് ഇപ്പം നിങ്ങൾക്ക് ജോലിയില്ല എന്ന് ഒരിക്കലും പറയരുത്. അവരാണ് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത്, ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് അവരാണ്.
എന്ന് നമ്മളും റിയലൈസ് ചെയ്യണം. മറ്റുള്ളവരോട് പറയുമ്പോഴും അവരുടെ അധ്വാനത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ പുറത്ത് പോയി ഒരു കടയിൽ പോയി ജോലി ചെയ്ത് ഒരു ദിവസം നമുക്ക് സമ്പാദിക്കാൻ, അത് വ്യാപാരമാണെങ്കിലും ജോലിയാണെങ്കിലും ഒരു കൂലിപ്പണി എടുക്കണമെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്രത്തോളം അധ്വാനം ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു 100 രൂപ ഒരാൾ നമ്മുടെ കയ്യിൽ വെറുതെ തരില്ല, തരുമോ? 200 രൂപയുടെ പണി എടുപ്പിച്ചിട്ട് ഒരാൾ 100 രൂപ നമുക്ക് തരുമോ? അപ്പോൾ 10 രൂപയുടെ അധ്വാനമാണെങ്കിലും 1000 രൂപയുടെ അധ്വാനമാണെങ്കിലും ആരുടെ അധ്വാനമാണെങ്കിലും, അത് വീട്ടിലാണെങ്കിലും പാടത്താണെങ്കിലും പറമ്പിലാണെങ്കിലും കമ്പ്യൂട്ടറിൽ വർക്കാണെങ്കിലും ഏത് ജോലിക്കാണെങ്കിലും അതിൻ്റെതായ അധ്വാനമുണ്ട്. ആ അധ്വാനം നമ്മൾ നമ്മുടെ സമയവും ഊർജവും അധ്വാനവും കൊടുക്കുമ്പോഴാണ് ധനമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വീട്ടിലേക്ക് വരുന്നത്. ഈ അധ്വാനമൊക്കെ നമ്മൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. എല്ലാവരും അവരവരുടേതായ ഒരു ഓട്ടത്തില്ല, ആർക്കും സമയമില്ല. അത്ര ഓട്ടമാണല്ല. ചിലരെന്താ പറയണേ, അത് എനിക്ക് മരിക്കാൻ പോലും സമയമില്ല അങ്ങനെ പറയുന്നവര്. മരണം എന്ന് വിളിച്ചാൽ എനിക്ക് മരിക്കാൻ സമയമില്ല, അത്ര തിരക്കില്ല ഞാൻ. അത്ര തിരക്ക് വിളിച്ച് നമ്മളെല്ലാം ഓടുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും ആലോചിക്കണം, ഈ ഓട്ടമൊക്കെ നമ്മളെല്ലാവരും എന്തിനാ ഓടട്ടെ? ഓടുകയല്ലേ എല്ലാവരും ഓട്ടത്തിലാണ്. നമ്മളോട്, നമ്മുടെ മക്കളോട്, പേരമക്കളോട് എല്ലാവരും ഓടുന്നു അല്ലേ? എന്തിനാ ഓടുന്നത്? കാശുണ്ടാക്കാൻ. എന്തിനാ കാശ്? കറക്റ്റാണ് പറഞ്ഞത്, കാശുണ്ടാക്കാനാണ് ഓടുന്നത് അല്ലേ? ഒരു കുട്ടി സ്കൂളിൽ പഠിക്കാൻ വരുമ്പോൾ അവരും എടുക്കാൻ വയ്യാത്ത പുസ്തകം ചുമന്നുകൊണ്ട് എന്തിനാ ഓടുന്നത്? അവരും പഠിക്കണം, ജോലി, ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങണം, എന്നാലും ഒരു നല്ല ജോലി കിട്ടും. നല്ല ജോലി കിട്ടിയാലും നല്ല വരുമാനം ഉണ്ടാവുള്ളൂ. നമുക്ക് ഈ വരുമാനം എന്തിനാണ്? കാശ് എന്തിനാണ്? കാശ് നല്ല വീട് വയ്ക്കണം, നല്ല കാറ് വാങ്ങണം അല്ലേ? എല്ലാം നല്ലത് എല്ലാം നമ്മൾ വെച്ചു, നല്ല വീടും വെച്ചു, നല്ല വാഹനവും ഉണ്ട്, നല്ല വസ്ത്രവും വാങ്ങണം, നല്ല ആഭരണവും വാങ്ങി അല്ലേ? മക്കൾക്ക് നല്ല എഡ്യൂക്കേഷനും കൊടുക്കണം, സ്ഥലവും വാങ്ങി, എല്ലാം വാങ്ങി. എല്ലാം നമ്മൾ വാങ്ങി. പൈസ കൊണ്ട് ഇതെല്ലാം വാങ്ങാൻ പറ്റും, വാങ്ങല്ലോ, വാങ്ങി. പക്ഷെ ഇതെല്ലാം വാങ്ങി നല്ല വീട് കിട്ടി നമ്മളെല്ലാവരും. നമുക്ക് 2 ആൾക്ക് താമസിക്കാനും നമ്മൾ 2 നില വീട് കിട്ടും. ചിലപ്പോൾ ഒരാളെ ഉണ്ടാവുള്ളൂ 2 നില വീട്ടിൽ, അല്ലെങ്കിൽ മാക്സിമം 2 പേര്. അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ. നീ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ 2 മക്കള്. ഇനി ആ മക്കളുണ്ടെങ്കിൽ പോലും അവർ പഠിക്കാൻ ദൂരെയായിരിക്കും, ജോലി കിട്ടിയ ദൂരെയായിരിക്കും, കല്യാണം കഴിഞ്ഞാലും ദൂരെയാണ്. എല്ലാം ശേഷിക്കുന്ന വീട്ടിൽ ഒരാളല്ലെങ്കിൽ 2 ആള്, 2 ആളിൽ ഒരാൾ പോയാൽ പിന്നെ ഒരാള് അല്ല, ഇത്രയൊക്കെ ഉള്ളൂ. ഇത്രയും സൗകര്യങ്ങളുടെ എല്ലാം നടുവിൽ നമ്മൾ ഇരിക്കുമ്പോഴും നമ്മൾ ആലോചിക്കുക, ഇത്രയും സൗകര്യങ്ങളും സാധനങ്ങളും ഉണ്ടായിട്ട് നമ്മളെല്ലാവരും എത്രത്തോളം സമാധാനത്തിലാണ്, എത്ര സമാധാനത്തോടെ നമ്മൾ കിടന്നുറങ്ങുന്നുണ്ട്. വലിയ വീടാണ്, AC ഉണ്ട് റൂമില്, പക്ഷെ എത്ര സ്വസ്ഥമായിട്ട് നമ്മൾ ഉറങ്ങുന്നുണ്ട്, എത്ര സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നുണ്ട്, എത്ര സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. പോയി കിടക്കുന്നതും തലണയിൽ തല മുട്ടുന്നതും നമുക്ക് ഉറങ്ങാൻ പറ്റുന്നത്. ഉറങ്ങണമെങ്കിൽ അല്ലേ മനസ്സ് ശാന്തമായാലല്ലേ ഉറക്കം വരും. എത്ര സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നത്. മനസ്സിന് വേണ്ടുന്ന സ്വസ്ഥത, ശാന്തി, ഇത് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതാണ്. പൈസ കൊടുത്ത് ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയി കിട്ടും, ഏതെങ്കിലും ഷോപ്പിൽ കിട്ടുന്ന സാധനമാണ്. ബാക്കിയെല്ലാം നമുക്ക് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കാം, പദവി വരെ വാങ്ങാം, എല്ലാ അധികാര കസേരകളും നമുക്കൊന്ന് സ്വന്തമാക്കാം പൈസ കൊടുത്ത്. പക്ഷേ മനഃശാന്തി, മനോസുഖം, മനഃശക്തി ഇത് നമുക്ക് എവിടെയെങ്കിലും പൈസ കൊടുത്ത് പോയി കിട്ടൂ? അവിടെയാണ് നമുക്ക് ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ ആവശ്യം. ധ്യാനം, ജ്ഞാനം, ഇതെല്ലാം നമുക്ക് ജ്ഞാനവും ധ്യാനവും അവിടെയാണ് നമുക്ക് പ്രസക്തി. ജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ അനേക ചോദ്യങ്ങൾക്ക്, സംഘർഷങ്ങൾക്ക് സമാധാനം കിട്ടും, ഉത്തരം കിട്ടും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ? കലികാലമാണ്.
അല്ലേ? നമ്മളെല്ലാം പറയില്ലേ, ഓ കലിയുടെ വിശേഷം നല്ലതെന്ന് പറയാം, കലികാല ദുരിതങ്ങൾ നല്ലതെന്ന് പറയാം, അല്ലേ? നമ്മൾ നോക്കൂ, നമ്മുടെ ജീവിത യാത്രയില് ഇപ്പൊ നമുക്കെല്ലാം പെട്ടെന്നാണ്. പെട്ടെന്ന് മരണം, പെട്ടെന്ന് ആക്സിഡന്റ്, പെട്ടെന്ന് നമ്മൾ ആശുപത്രി പോയി വലിയ മഹാരോഗങ്ങളാണ് തിരിച്ചറിയുന്നത്. പെട്ടെന്ന് ഒരു ഡോക്ടറെ അടുത്ത് പോയി അസുഖമാണ്, നമ്മുടെ തലയിലൊരു വേദനയും കൊണ്ട്, ഒരു തലവേദനയും കൊണ്ട് പോയി ചെക്ക് ചെയ്യുമ്പോഴാണ് ഡോക്ടർ പറയുന്നത് തലയിലൊരു ട്യൂമറാണ്, ഒരു ഗ്രോത്ത് ഉണ്ട്, ഒരു വളർച്ചയുണ്ട്. ഇത് കേൾക്കാനുള്ള ശക്തിയെങ്കിലും നമുക്ക് വേണ്ടേ? പലരും അസുഖത്തിന്റെ തീവ്രതയേക്കാളും അസുഖമാണെന്ന് കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന ഷോക്കിൽ തന്നെ എത്രയോ പേര് മൂഡ് ഓഫ് ആക്കും. ആ മൂഡ് ഓഫ് മരണത്തിലേക്ക് വരെ പലരെയും വലിച്ചെടുക്കുന്നുണ്ട്. കാരണം കേൾക്കാനും താങ്ങാനും നമുക്ക് മനക്കരുത്ത് വേണം, മനഃശക്തി വേണം. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരേ അസുഖം പലർക്കും വരുന്നുണ്ട്. ഇപ്പൊ ക്യാൻസർ തന്നെ നോക്കൂ, ചിലർക്ക് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുത്ത് സുഖപ്പെടുന്നുണ്ട്, ചിലർക്ക് അതേ ട്രീറ്റ്മെന്റ് അതേ സ്റ്റേജിലാണെങ്കിൽ പോലും ചിലർ രക്ഷപ്പെടുന്നുണ്ട്. എന്താ വ്യത്യാസം? അതേ ഡോക്ടർ, സെയിം ഡോക്ടർ ആയിരിക്കാം, സെയിം ഹോസ്പിറ്റല്, സെയിം ട്രീറ്റ്മെന്റ്, ഒരേ സ്റ്റേജിലുള്ള രണ്ടാൾക്കും തേർഡ് സ്റ്റേജ് ആണെന്നിരിക്കട്ടെ, ഒരാൾ പെട്ടെന്ന് പോണു, ഒരാള് പെട്ടെന്ന് റിക്കവർ ആവണം. എന്താ വ്യത്യാസം? അതാണ് നമ്മൾ പണ്ട് കേട്ടിട്ടില്ലേ, മരുന്നും മന്ത്രവും എന്നാ പറയാം. മരുന്ന് മാത്രം പോലെ സുഖപ്പെടാൻ എന്തുകൂടി വേണം? മന്ത്രം വേണം. മന്ത്രാർത്ഥം മനഃശക്തി നൽകുന്നത് എന്തോ അതാണ് മന്ത്രം. അപ്പൊ മനക്കരുത്തും മരുന്നും കൂടി ചേർന്നാൽ മാത്രമേ ഈ ശരീരത്തിന് പോലും ഫാസ്റ്റിക്കുകയും ഉണ്ടാക്കുകയും. അയ്യോ എനിക്ക് വെയിലോ, അയ്യോ എനിക്ക് അസുഖമായല്ലോ എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് മരുന്ന് കഴിച്ചാലും നമ്മൾ ആ മരുന്നിന്റെ പവർ പൂർണ്ണമായിട്ട് നമുക്ക് എഫക്റ്റ് ആവില്ല. കാരണം മരുന്ന് കയ്യിൽ വെച്ചിട്ട് അയ്യോ എന്നാലും ഇത് കഴിക്കേണ്ടി വരികയാണല്ലോ, എന്നാലും ഭഗവാനെ എനിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നല്ലോ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ. നമ്മൾ എത്രത്തോളം നെഗറ്റീവ് ചിന്തിക്കുന്നു, എത്ര വിഷമിച്ചുകൊണ്ട് മരുന്ന് കഴിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ നമ്മുടെ മനസ്സിൽ ഈ പുലമ്പലുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും. അപ്പൊ മരുന്നിന് എത്ര എഫക്റ്റ് ഉണ്ടോ ആ എഫക്റ്റ് നമ്മുടെ ബോഡിയിൽ പൂർണ്ണമായിട്ടും വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്, ഇവൻ നമ്മൾ മരുന്ന് കഴിക്കുകയാണെങ്കിൽ പോലും അസുഖങ്ങൾ വന്നാൽ വേറെ നിവർത്തിയില്ല. ചിലതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം, പക്ഷേ മരുന്ന് കഴിച്ചേ സുഖപ്പെടുത്താൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മരുന്ന് കഴിക്കുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ എന്ത് വരണം? ശുഭചിന്തകൾ വരണം. ശുഭം ചിന്തിച്ചുകൊണ്ട് അതും ഭഗവാൻ തന്നിരിക്കുന്ന പ്രസാദം പോലെ നമുക്കതിനെ എങ്ങനെയാണോ വെളുക്കുന്ന പ്രസാദം വാങ്ങുമ്പോൾ നമ്മൾ കഴിക്കണം. അതേ പ്രസാദം എന്നുള്ള ഭാവനയോട് കൂടി നമ്മൾ ആഹാരമാണെങ്കിലും മരുന്നാണെങ്കിലും പ്രസാദം പോലെ കഴിക്കുമ്പോഴാണ് ആഹാരവും മരുന്നും എല്ലാം നമ്മുടെ ശരീരത്തിൽ ഫലിക്കുകയും നല്ല റിസൾട്ട് ഉണ്ടാക്കുകയും. അതുകൊണ്ടാണ് നമ്മളോട് ഇത് പറയണേ. അവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ പൂർവികര് പറയുമായിരുന്നു, സത്സംഗം നിത്യേനാണെന്ന് പറയാം. സത്സംഗം നിത്യേന കേട്ടിട്ടുണ്ടോ? സത്സംഗം നിത്യേന. പക്ഷെ ഇന്ന് നിത്യേന പോയിട്ട് അല്ലെ ആഴ്ചയിൽ ഒന്നുപോലും നമുക്കില്ലാതെ. ബാക്കി എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. ഈ ശരീരത്തിന് തന്നെ നമ്മൾ നോക്കൂ, 3 നേരം ഭക്ഷണം കഴിക്കും. അതിൽ ഒരു നേരം എങ്ങാനും ഏതെങ്കിലും കാരണവശാൽ മിസ്സായ നമ്മുടെ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് വരും, ഞാൻ ഉച്ചയ്ക്കിന്റെ ഭക്ഷണം മിസ്സായി, അവിടെ പോയി ലേറ്റ് ആയി അല്ലേ. അതിന് പകരം നമ്മൾ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഫ്രൂട്ടെങ്കിലും വാങ്ങി, ഒരു പഴമെങ്കിലും വാങ്ങി കഴിക്കണം. കാരണം നമുക്കറിയാം, ഒരു നേരം ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ക്ഷീണം ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ക്ഷീണത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം ബാലൻസ് ചെയ്യാൻ എന്തെങ്കിലും 2 ഡ്രൈ ഫ്രൂട്ട്സ് എങ്കിലും നമ്മൾ കഴിക്കും. കാരണം കഴിച്ചില്ലെങ്കിൽ അതിൻ്റെ ക്ഷീണം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിന് എന്ത് ഭക്ഷണം കൊടുക്കണം? ശരീരത്തിന്റെ ഭക്ഷണത്തിൽ എത്ര കെയർഫുള്ളാണ് നമ്മൾ അല്ലേ. അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല, എല്ലാം നമ്മളിപ്പോ നോക്കും. വിറ്റാമിൻസ് നോക്കി, മിനറൽസ് നോക്കി, പ്രോട്ടീൻസ് നോക്കി, കണ്ണി കണ്ടതൊന്നും. കാരണം ഇപ്പൊ നമ്മൾ കൂടുതൽ ജാഗ്രതയാണ് എല്ലാവർക്കും. കാരണം അസുഖങ്ങൾ ധാരാളം വരുന്നത് കൊണ്ട് ഭക്ഷണത്തില്
പച്ചക്കറികൾ കൂടുതൽ ഉൾപ്പെടുത്തണം, പഴങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തണം, വറുത്തതും പൊരിച്ചതും എരിവും പുളിയൊന്നും അധികം ഉപയോഗിക്കാൻ പാടില്ല. കാരണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതം നോക്കിയിട്ട് ഈ പ്രകൃതത്തിനനുസരിച്ച് ഇതിനെ ബാലൻസ് ചെയ്യുന്ന ആരോഗ്യത്തോടെ നിലനിർത്താനുള്ള ഭക്ഷണത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധാലുക്കളായി. കാരണം രോഗങ്ങൾ കൂടുകയാണ്. അതേസമയം നമ്മൾ നമ്മുടെ മനസ്സിന്റെ ഭക്ഷണത്തിൽ എത്ര ശ്രദ്ധിക്കേണ്ടത് മനസ്സിന് കൊടുക്കുന്ന ഭക്ഷണം എന്താണ്? മനസ്സിന്റെ ഭക്ഷണം എന്താണ്? നമ്മുടെ ചിന്തകളാണ് മനസ്സിന്റെ ആഹാരം. നമ്മൾ എന്താ ചിന്തിക്കുന്നത്? മനസ്സിന് ഭക്ഷണം എവിടെ നിന്ന് കിട്ടണം? എന്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക? എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, അല്ലേ? എന്ത് വായിക്കുന്നു, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ചിന്തിക്കുക. കാരണം കാണുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതും അണ്ടർലൈൻ ചെയ്തുകൊള്ളുന്ന മുതൽ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് വായിക്കുന്നു, ഇതെല്ലാം മനസ്സിനുള്ള ഭക്ഷണമാണ്, മനസ്സിനുള്ള ഭോജനമാണ്. രാവിലെ എഴുന്നേറ്റ് കണ്ണ് തുറക്കുമ്പോൾ ഞാൻ എന്താ ആദ്യം കാണുന്നത്? ആരെയും കാണുന്നത്? ഇത് നമ്മുടെ ബെഡ്റൂമില് നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ നേരെ കാണുന്നത് എന്ത് ഫോട്ടോ ആണ് വെച്ചിരിക്കുന്നത്? ബെഡ്റൂമിൽ എന്തെങ്കിലും ഫോട്ടോയോ ചിത്രങ്ങളോ ഉണ്ടെങ്കിൽ കണ്ണ് തുറക്കുമ്പോൾ നമ്മൾ അതാണ് ആദ്യം കാണുന്നത്. എന്തിലേക്ക് നമ്മുടെ ദൃഷ്ടി പോകുന്നു അതിനെക്കുറിച്ചുള്ള ചിന്ത തീർച്ചയായും നമ്മുടെ ഉള്ളിൽ വരില്ലേ? കാണുന്നതിനെ കുറിച്ച് രാവിലെ എഴുന്നേറ്റ് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നേ പറയില്ലേ, ഓ ഭഗവാനെ നാളെ എഴുന്നേറ്റ് കണിയുണ്ടെന്ന് അറിയില്ല. എൻ്റെ അർത്ഥം എന്താ? ഫസ്റ്റ് ഞാൻ കണ്ടതെന്തോ അതാണ് എൻ്റെ കണി. അത് ചിത്രമാകാം, വ്യക്തിയാകാം, വസ്തുവാകാം. അതിനെക്കുറിച്ച് എൻ്റെ മനസ്സിലുണ്ടായ ഫസ്റ്റ് തോട്ട് ചിത്രത്തിനോ വസ്തുവിനോ വ്യക്തിയേക്കാളും പ്രാധാന്യം അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ആദ്യത്തെ വിചാരം, ആദ്യത്തെ സങ്കല്പം, ദ ഫസ്റ്റ് തോട്ട്. ആ ഫസ്റ്റ് തോട്ട് ഉണ്ടാക്കുന്ന അലകളാൽ അതൊരു കുളത്തിൽ കല്ലിടുമ്പോലെയാണ്. ഒരു ജലാശയത്തിലേക്ക് നമ്മളൊരു കല്ലെടുത്തെറിയുമ്പോൾ അത് പോയി വീഴുന്നത് ഒരു പോയിന്റിലാണ്. പക്ഷെ ആ കല്ല് ആ ജലാശയത്തിൽ ഉണ്ടാക്കുന്ന ഓളങ്ങള് എവിടെ വരെ പോകും? ജലാശയത്തിന്റെ അവസാനം വരെ പോകും, അല്ല ലാസ്റ്റ് വരെ പോകും. കല്ലിട്ടത് ഒരു ഭാഗത്താ, പക്ഷെ ഓളം അലകള് എത്ര ദൂരത്തേക്ക്. അതേപോലെ നമ്മുടെ മനസ്സിൽ രാവിലെ മുതലുണ്ടാകുന്ന പ്രത്യേകിച്ചും ഫസ്റ്റ് തോട്ട്, ആദ്യത്തെ സങ്കല്പം നമ്മൾ ഉണർന്നെഴുന്നേറ്റിട്ട് ചെയ്യുന്ന ആദ്യത്തെ വിചാരത്തിന് ഫുൾ ഡേ ജലാശയത്തിന്റെ ലാസ്റ്റ് പോയിന്റ് എന്നതുപോലെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന രാവിലെ ഉണർന്നെഴുന്നേറ്റുണ്ടാകുന്ന ആദ്യ സങ്കല്പത്തിന് നമ്മുടെ ഫുൾ ഡേ രാത്രി ഉറങ്ങും വരെയുള്ള ദിനചര്യയിൽ നമ്മുടെ ഓരോ വാക്കുകളെയും പ്രവൃത്തിയെയും പെരുമാറ്റത്തെയും സ്വാധീനിക്കാനുള്ള ശക്തി. അതുകൊണ്ടാണ് പറയുന്നത് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ഇംപ്രഷൻ മീൻസ് ഇംപ്രിന്റ്, പതിപ്പ്. എന്താണ് ഇവിടെ ആദ്യം പതിച്ചത്? പതിപ്പ്. ആ പതിപ്പുകൾക്ക് എൻ്റെ ത്രൂ ഔട്ട് ലൈഫിനെ സ്വാധീനിക്കാനുള്ള ഇത്രയും ശക്തി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, വിഷുവിനൊക്കെ നമ്മൾ രാവിലെ രാത്രി ഉറങ്ങിയിട്ട് രാവിലെ കണ്ണ് തുറക്കുമ്പോൾ നമ്മുടെ അമ്മമാര്, മുത്തശ്ശിമാര് കണ്ണ് പൊത്തിക്കൊണ്ടുവന്ന് കാണിച്ചു തരുന്ന കണി എന്താണ്? വിഷു കണി. ഏതൊന്നാണോ ഏറ്റവും അറേഞ്ച്ഡ് ഫോം, അതിൽ ആദ്യം ഭഗവാന്റെ ചിത്രം, അതിന് ചുറ്റും നിറവ്, എല്ലാം പുതിയത്, ഫ്രഷ് ഫ്രൂട്ട്സ്, ഫ്രഷ് വെജിറ്റബിൾസ്, എല്ലാം ഫ്രഷ് ആയിട്ട്, അതും ഏറ്റവും മനോഹരമായി അറേഞ്ച് ചെയ്ത്. അങ്ങനെ കശപിശ പറഞ്ഞിട്ട് അവിടെ എവിടെയും കൊണ്ടുപോയി വെക്കുന്നതല്ല കാണാൻ. അതിന് ഏതെങ്കിലും ഒരു ആർട്ട് ഫോമില്, ഏതെങ്കിലും ഒരു രൂപത്തില്, നല്ല ഡിസൈനില് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതാണ് മുന്നിൽ കൊണ്ടുവന്നിട്ട് കണ്ണു തുറക്കും. എൻ്റെ അർത്ഥം എന്താണ്? അതായത് രാവിലെ ഉണർന്ന് നമ്മൾ കാണുന്നതാണ് കണി. അത് ദ ബെസ്റ്റ് കാഴ്ചയായിരിക്കണം. അത് കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്തുണ്ടാകണം? ശ്രേഷ്ഠ വിചാരം. ഫസ്റ്റ് തോട്ട് ശ്രേഷ്ഠ വിചാരം ഉണ്ടാകണം. ഭഗവാന്റെ രൂപമാണ് കാണുക. ഭഗവാനെ നമ്മൾ എല്ലാ ദിവസവും
എല്ലാ ദിവസവും നമുക്ക് വിഷുക്കണി അറേഞ്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അത് വർഷത്തിലൊരു ദിവസം നമ്മൾ ചടങ്ങ് പോലെ ചെയ്യണം. പക്ഷെ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ദിവസവും കണ്ണി കണ്ട് ഉണരാൻ പറ്റും. ഉണരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് തോട്ട് ശ്രേഷ്ഠ വിചാരമാക്കാൻ പറ്റും. എങ്ങനെ? ഫസ്റ്റ് നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ ആദ്യം കാണേണ്ടത് ആരെ കാണണം? ഭഗവാനെ കണി കണ്ടുണരുക. ഫസ്റ്റ് ഗുഡ് മോർണിംഗ് ഈശ്വരനോട് പറയാം. ആദ്യത്തെ സുപ്രഭാതം ആരോടായിരിക്കണം? അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇപ്പോഴും അമ്പലങ്ങളിലൊക്കെ സുപ്രഭാതം രാവിലെ 4-4:30 മണിക്ക്, ചില സ്ഥലത്ത് 4 മണിക്ക്, ചില സ്ഥലത്ത് 4:30, ചില സ്ഥലത്ത് 5 മണിക്ക് സുപ്രഭാതം വയ്ക്കും അല്ലേ? സുപ്രഭാതത്തിലെ കീർത്തനം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിലെല്ലാം നമ്മുടെ മനസ്സിൽ ശ്രേഷ്ഠ വിചാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കീർത്തനമാണ്. നമ്മൾ കേൾക്കും പാടും, പക്ഷെ അത് എത്രത്തോളം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്? അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാ ദിവസവും നല്ലതായിരിക്കാൻ, ഫുൾ ഡേ നല്ലതായിരിക്കാൻ, നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറയും. ഫോൺ എടുത്തിട്ട് അമേരിക്കയിലും റഷ്യയിലും ഇരിക്കുന്നവർക്ക് ഗുഡ് മോർണിംഗ് അയക്കാം. പക്ഷെ നമ്മുടെ വീട്ടിലുള്ളവരോട്, കൂടെയുള്ളവരോട് മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കെങ്കിലും ചെയ്യും. ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലെങ്കിലും മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ, സ്നേഹത്തോടെ ഒന്ന് നോക്കാൻ. കാരണം നമ്മുടെ ഈ മുഖത്ത് എത്ര ഇന്ദ്രിയങ്ങൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്? 5 ഇരിപ്പുണ്ടല്ലോ, 5 ഇന്ദ്രിയങ്ങളും ഉണ്ടല്ലോ. ഇത് ഉപയോഗിച്ചൊരു സത്കർമ്മം ആദ്യം ഏറ്റവും അടുത്തിരിക്കണം. നമ്മുടെ കൂടെ ആരുണ്ടോ? നമ്മൾ 2 ഒരു വീട്ടിലുള്ളെങ്കിൽ രാവിലെ ഉണർന്ന് എഴുന്നേറ്റിട്ട് നമുക്ക് പരസ്പരം നോക്കിയൊന്ന് ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ ലോകത്തിന്റെ അങ്ങേ കോണിലിരിക്കുന്നവർക്ക് ഗുഡ് മോർണിംഗ് അയക്കുന്നതിൽ എന്തർത്ഥമാണ്? അവിടെ ഇരിക്കുന്നവരോട് സുപ്രഭാതം പറയുക, കൂടെ ഇരിക്കുന്നവരെ നേരെ ഒന്ന് നോക്കാൻ പോലും നമുക്ക് മനസ്സിലെങ്കില്ല, നമ്മളിരിക്കുന്ന സ്ഥലം പിന്നെ അതൊരു വീടായിട്ട് മാറുമോ? അത് കുടുംബമാകുമോ? ഒരു വീട് ഇഷ്ടികയും സിമെന്റും കല്ലുമൊക്കെ കമ്പിയും കൊണ്ട് കെട്ടാൻ നമുക്കൊരു വീട്, അത് വീടേ ആകുള്ളൂ. പക്ഷെ അതൊരു കുടുംബമാകണമെങ്കിൽ കൂടുമ്പം ഇമ്പം ഉണ്ടാവണം. എവിടെ ജീവിക്കുന്നോ ഇമ്പത്തോടെ, പരസ്പര സുഖത്തോടെ, ശാന്തിയോടെ, സമാധാനത്തോടെ, സന്തോഷത്തിന്റെ ഊർജം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുകയാണെങ്കിൽ ആ വീട് എന്താകുള്ളൂ? ആ വീട് കുടുംബമായി മാറുകയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കുടുംബം ഒരു ഇമ്പമുള്ള കുടുംബമാക്കി മാറ്റുമ്പോൾ ആ വീടാണ് സ്വർഗം. സ്വർഗം മേലെയില്ല, ഇതിന്റെ താഴെയില്ല, ഇടയിലുമല്ല. എവിടെയാണ്? നമ്മുടെ വീടുകളിൽ നമുക്ക് സ്വർഗം ഉണ്ടാക്കാൻ പറ്റണം. ഈ ഭൂമിയിലാണ് സ്വർഗം ഉണ്ടായിരുന്നത്. നിങ്ങൾ സ്വർഗത്തിന്റെ ചിത്രങ്ങളെല്ലാം നോക്കൂ. ശ്രീലക്ഷ്മിയുടെയോ ശ്രീനാരായണന്റെയോ ശ്രീകൃഷ്ണന്റെയോ ശ്രീരാധയുടെയോ അവർ സ്വർഗത്തിന്റെ ചിത്രങ്ങളെല്ലാം നിങ്ങൾ ക്ഷേത്രങ്ങളിലും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വാങ്ങിക്കൊണ്ടുവന്ന് വെക്കില്ലേ? അവരും നമ്മളെ പോലെ 2 കൈയും 2 കാലും ഉള്ളവരാണ് അല്ലേ? അവരുടെ കാലുകളും ഭൂമിയിൽ ഇരിക്കുന്നതാണ് നമ്മൾ കാണണേ. എന്റെ അർത്ഥം എന്താണ്? അവരെല്ലാം ഇവിടെ ജീവിച്ച് കടന്നു പോയവരാണ്. പക്ഷെ അവർ ജീവിച്ചപ്പോ ഈ ഭൂമി സ്വർഗമായിരുന്നു. അവരവരുടെ കുടുംബങ്ങളിലെ ജീവിതം സ്വർഗീയ ജീവിതം ജീവിച്ചു. എന്റെ അർത്ഥം എന്താണ്? കൃഷ്ണന്റെ രാധയുടെ മുഖം നിങ്ങൾ നോക്കൂ, 2 ഫേസ് എങ്ങനെ? നമ്മൾ ഫോട്ടോ ഭംഗി പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കാം, നമ്മൾ പോയി തൊഴും. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, എനിക്കും അല്ല, നമ്മൾ പതി പത്നി 2 പേരൊരു കുടുംബത്തിലുണ്ടെങ്കിൽ നമ്മളും ഇതുപോലെയാണ് ജീവിക്കേണ്ടത്, നമ്മൾ ഇതുപോലെയാണ് നോക്കേണ്ടത്, ഇതുപോലെയാണ് കാണേണ്ടത്. ഇവരെങ്ങനെയാണോ പരസ്പരം സംസാരിച്ചിരുന്നത് അതുപോലെയാണ് നമ്മളും സംസാരിക്കേണ്ടത്. ഇന്നും മഹാഭാരതം സീരിയലുകളും കൃഷ്ണ സീരിയലുകളും ഒക്കെ അല്ലെങ്കിൽ രാമായണ സീരിയലുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ. ആ സീരിയലുകൾക്കുള്ളിൽ 2 പേര് സംസാരിക്കുമ്പോൾ കൃഷ്ണൻ രാധയോട് സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സീത ശ്രീരാമനോട് സംസാരിക്കുകയാണെങ്കിൽ അവരുപയോഗിക്കുന്ന വാക്കുകളുടെ ക്വാളിറ്റി ശ്രദ്ധിച്ചിട്ടുണ്ട്? പരസ്പരം അഭിസംബോധന ചെയ്യുന്നത് പോലെ എങ്ങനെയുള്ള വാക്കുകളാണ് നമ്മൾ പറയുന്ന വാക്ക് ഉപയോഗിക്കുക? അവരും പതിയും പത്നിയല്ലേ? എന്താ വ്യത്യാസം? ഇത്രയും റോയൽറ്റി ഉള്ള, ഇത്രയും മര്യാദ പൂർണ്ണമായ, ഇത്രയും പരസ്പര സ്നേഹവും പരസ്പര ബഹുമാനവും നൽകുന്ന വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ ദേവൻ ദേവി എന്ന് വിളിക്കുന്നത്. നമ്മൾ ഒരു തമ്മിലുള്ള വ്യത്യാസം അത്രയേ ഉള്ളൂ. എന്താ വ്യത്യാസം? ആ ദൈവികത,
ഡിവിനിറ്റി, ആ പരസ്പര സ്നേഹവും ബഹുമാനവും ഉള്ള ദിവ്യ ഗുണങ്ങളുള്ള മാനവരായിരുന്നു അവര്. അതുകൊണ്ടാണ് അവരെ ദേവൻ ദേവി എന്ന് വിളിക്കുന്നത്. എപ്പോഴാണോ നരനില് ദൈവിക ഗുണവാനായി മാറുന്ന നരൻ ഗുണവാനായി മാറുമ്പോൾ നരനെ ആരെന്ന് വിളിക്കും? നാരായണൻ തുല്യം. നരനാരായണൻ എന്നല്ലേ പറയാം, നരനാരായണൻ. അപ്പൊ നരൻ നാരായണനെ പോലെയായിരുന്നു. ആ നാരായണ അവസ്ഥയിൽ നിന്നാണ് പടി ഇറങ്ങി നമ്മളൊക്കെ ഈ അവസ്ഥയിലെത്തിയത്. അപ്പൊ നമ്മൾ നാരായണീയം വായിക്കും, ജപിക്കും, ഫുള്ള് വേണമെങ്കിൽ നമ്മൾ കാണാതെ പറയും. ഒരു പുസ്തകവും നമുക്കിന്ന് ആവശ്യമില്ല, കാരണം ചൊല്ലി നമുക്കിന്നത് ശീലമായി. പക്ഷെ എന്താ നാരായണീയം? നരനിൽ നിന്ന് നാരായണനെ പോലെ, നാരിക്ക് ശ്രീലക്ഷ്മിയെ പോലെ ആകണം. അത് നമുക്ക് കേവലം ജപിച്ചാൽ മാത്രം പോലെ. എവിടെ വേണം? നമ്മുടെ ജീവിതത്തിൽ വേണം, നമ്മുടെ വാക്കുകളിൽ വേണം, നമ്മുടെ പെരുമാറ്റത്തിൽ വേണം, നമ്മുടെ നോട്ടത്തിൽ വേണം, നമ്മുടെ കാഴ്ചയിൽ വേണം, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ഇടപാടുകളിൽ വേണം. അപ്പോഴാണ് ആ കുടുംബം എന്താകണേ? നാരായണീയ കുടുംബമാക്കുക. ലക്ഷ്മി നാരായണനെ പോലെയുള്ള കുടുംബമായി നമ്മുടെ ജീവിതം മാറുക. അത് ആധ്യാത്മികതയുടെ ആവശ്യം, ജ്ഞാനത്തിന്റെ ആവശ്യം ജീവിതത്തിൽ അവിടെയാണ്. അങ്ങനെയുള്ള ഒരു പെരുമാറ്റം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമുക്ക് പരസ്പരം വിരോധവും ശത്രുതയും പിണക്കവും, ഇപ്പൊ നോക്കൂ, കുഞ്ഞു കാര്യങ്ങളെല്ലാം നമ്മൾ പെട്ടെന്ന് പിണങ്ങും, പെട്ടെന്ന് ദേഷ്യം, പെട്ടെന്ന് പിണക്കം, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, പെട്ടെന്ന് സങ്കടം, പെട്ടെന്ന് മൂഡ് ഓഫ്. ഇല്ല, ഇതാണ് നമ്മുടെ മനസ്സിന്റെ രോഗം. ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ രോഗങ്ങളാണ്. നമ്മൾ തിരിച്ചറിയണം. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു, അപ്പൊ നമ്മൾ റിയലൈസ് ചെയ്യണം, ഞാൻ രോഗിയാണ്. ഇപ്പൊ തലവേദന വരുമ്പോൾ, ജലദോഷം വരുമ്പോൾ, പനി വരുമ്പോൾ നമ്മൾ ഓടി ഡോക്ടറെ അടുത്ത് പോകും. അയ്യോ, ചെക്ക് ചെയ്യണ്ടേ, അല്ലെങ്കിൽ അസുഖം എനിക്ക് അറിയില്ല. അത് നമ്മൾ മുമ്പിൽ ചെക്ക് ചെയ്യും. അതിന് നമുക്കൊരു ഡോക്ടർ വേണം, ഒരു ഹോസ്പിറ്റല് വേണം. അപ്പൊ നമ്മളൊരു നാട്ടിലൊരു ഹോസ്പിറ്റലില് എങ്ങനെ അത്യന്താപേക്ഷിതമാണോ, അതേപോലെ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന രോഗങ്ങളെ ചെക്ക് ചെയ്യാനും അതിനെ തിരുത്താനും അതിനെ ഹീൽ ചെയ്യാനും നമുക്ക് എന്താവശ്യമുണ്ട്? ഒരു സ്പിരിച്വൽ ഹോസ്പിറ്റൽ ആവശ്യമുണ്ട്. അതാണ് സത്സംഗ സ്ഥാനങ്ങൾ. എവിടെ നമുക്ക് സത്സംഗം കിട്ടുന്നുണ്ടോ, എവിടെ ആധ്യാത്മിക പ്രഭാഷണങ്ങള്, ജ്ഞാനം, ധ്യാനം, ഇതൊരു സ്പിരിച്വൽ ഹോസ്പിറ്റലാണ്. ഒരു എങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഹോസ്പിറ്റൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിരിക്കണം. അതേപോലെ നമുക്കെല്ലാവർക്കും, നമ്മുടെ എല്ലാവരുടെയും മനസ്സിന് അശാന്തിയും ദുഃഖവും ദുരിതവും ടെൻഷനും വേദനകളും വിഷമങ്ങളും ദേഷ്യവും കാമവും ക്രോധവും ലോഭവും മോഹവും അഹങ്കാരവും അസൂയയും കൊണ്ട് വശം കെട്ടിരിക്കുകയാണ്, വലയാണ് നമ്മളൊക്കെ. അറിയാം നമുക്ക് എല്ലാവർക്കും ഈ തലയിൽ ഇത്രയും ഭാരവും കൊണ്ടാണ് നടക്കണേ. പക്ഷെ ഭാരം ഇറക്കി വയ്ക്കാൻ ഒരു സ്ഥലം വേണ്ടേ? അതിനുള്ള സ്ഥലമാണ് സത്സംഗ ഭവനങ്ങൾ. പണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളിൽ തന്നെ സത്സംഗം ഉണ്ടായിരുന്നു. ക്ഷേത്രങ്ങളെ അതിനുള്ള സ്ഥലങ്ങളായിരുന്നു. സത്സംഗം ഇന്ന് നിങ്ങൾ വലിയ വലിയ ക്ഷേത്രങ്ങളിൽ, പഴയ നൂറുകണക്കിന് വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നോക്കൂ, അവിടെയെല്ലാം ധ്യാന മണ്ഡപങ്ങളുണ്ടാവും, സത്സംഗ ഭവനങ്ങളും അങ്ങനെയുള്ള കേന്ദ്രങ്ങളെല്ലാം അതേപോലെ കിടക്കുന്നുണ്ട്. ഇന്ന് സത്സംഗം നടക്കുന്നില്ല, അത് വേറൊരു കാര്യം. പക്ഷെ പണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളില് സത്സംഗം, ധ്യാനം, ക്ഷേത്രകലകൾ, ഇത് മൂന്ന് മാത്രമേ ഉണ്ടായിരുന്നു. മറ്റൊരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നില്ല. ക്ഷേത്രം അതിനു വേണ്ടിയുള്ള സ്ഥാനങ്ങളായിരുന്നു. കാരണം ഭഗവാനും ഭഗവത് സ്ഥാനങ്ങളിലും മാത്രമേ ഈശ്വരനാണ് നമ്മുടെ സുപ്രീം സർജൻ. മറ്റൊരു വൈദ്യന് നമ്മുടെ മനസ്സിനെ ചികിത്സിക്കാൻ പറ്റില്ല. ഇന്ന് എന്ത് മാനസിക, ഈവൻ നിങ്ങൾ നോക്കൂ, ഡിപ്രഷൻ ബാധിച്ച് നമ്മൾ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയാൽ ഒരു സൈക്കോളജിസ്റ്റ് നമുക്ക് കൗൺസിലിംഗ് തരും, ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയി നമുക്ക് കുറച്ച് മരുന്ന് തരും. മരുന്ന് തന്ന് നമ്മളെ ഉറക്കാൻ മാത്രമേ അവർക്ക് പറ്റുള്ളൂ. ഉറങ്ങാനുള്ള മരുന്ന് തരാൻ പറ്റും. പക്ഷെ ഉണർന്നിരുന്നു കൊണ്ട് നമ്മളെ ബോധവാനാക്കാൻ, ഉണർന്നിരുന്നു കൊണ്ട് നമ്മളെ ആക്റ്റീവ് ആക്കാൻ, ഉണർന്നിരുന്നു കൊണ്ടും നമ്മളെ ശാന്തനാക്കി മാറ്റാൻ, സമാധാനത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു മരുന്ന് മാനവന്റെ പക്കല് ഇല്ല. പക്ഷെ ഹൈപ്പർ ആക്റ്റീവ് ആയി കഴിയുമ്പോൾ നമ്മളെ എന്തെങ്കിലും സെഡേഷൻ തന്ന അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ തന്ന ഒരു മരുന്ന് കഴിപ്പിച്ച് കുറച്ചു നേരം
അല്ലെ ഉറക്കത്തിലേക്ക് നയിക്കാൻ മാത്രമേ അവർക്ക് കഴിയൂ. കാരണം നമ്മുടെ മനസ്സിന്റെ അസ്വസ്ഥതകൾ മാറ്റാനുള്ള മരുന്ന്, ദ ബെസ്റ്റ് ഡോക്ടർ, നമ്മുടെയൊക്കെ ബെസ്റ്റ് ഡോക്ടർ, ബെസ്റ്റ് ഹീലർ, ഫസ്റ്റ് ഡോക്ടർ നമ്മൾ തന്നെയാണ്. രണ്ടാമത്തെ ഡോക്ടർ സുപ്രീം സർജൻ പരമാത്മാവാണ്. ഇതുവരെ നമ്മൾ നമ്മുടെ ഡോക്ടറായി മാറുന്നില്ലയോ? ഇതുവരെ സുപ്രീം സർജനെ ഡോക്ടറായിട്ട് നമ്മൾ സ്വീകരിക്കുന്നില്ലയോ? അതുവരെ നമുക്ക് നമ്മുടെ ഉള്ളിലെ മനസ്സിന്റെ രോഗങ്ങളെ മാറ്റാൻ ബുദ്ധിമുട്ടാണ്. എന്തിന്? കൂടുതലൊന്നും വേണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ വേർപാടുണ്ടായിരിക്കട്ടെ, അൺഎക്സ്പെക്ടഡ് ഡെത്ത് ഇപ്പൊ കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ചെറുപ്പക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുക, കുട്ടികളെ പോയിക്കൊണ്ടിരിക്കുക, പ്രായമുള്ളവരിയ്ക്കുക. അതാണല്ലോ ഇപ്പൊ നമ്മൾ കാണുന്നത്. കൂടുതലും മരണം 50 വയസ്സിന്റെ താഴെയാണ്. അത് ആക്സിഡന്റ് ആണെങ്കിലും ഹാർട്ട് അറ്റാക്ക് ആണെങ്കിലും അല്ലേ, ഏത് രോഗങ്ങളാണെങ്കിലും. ആക്സിഡന്റുകളിൽ നോക്കൂ, എത്ര കുട്ടികളും ചെറുപ്പക്കാരും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് TV തുറന്ന് ന്യൂസ് കാണാൻ പോലും പറ്റില്ല. ആ ഇന്ന സ്ഥലത്ത് ആക്സിഡന്റ് ആയി ഇത്ര കുട്ടികൾ മരിച്ചു. എത്ര ന്യൂസാണ് ഡെയിലി നമ്മൾ കാണണം. അല്ല, അപ്പോൾ നമ്മുടെ വീട്ടിലല്ലെങ്കിൽ പോലും നാടിന്റെ ഏത് കോണിലാണെങ്കിലും ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഇങ്ങനെയൊക്കെ ഹൃദയം തകർക്കുന്ന, ഹൃദയത്തെ പീസാക്കി മാറ്റുന്ന ന്യൂസുകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് എത്ര അശാന്തമാക്കാൻ. എല്ലാം ഇതൊക്കെ കേൾക്കാനും ശക്തി വേണ്ടേ? ഇനി അതിലൊരു സംഭവം നമ്മുടെ വീട്ടിൽ തന്നെ നടന്നിരിക്കട്ടെ, നമ്മുടെ തന്നെ പ്രിയപ്പെട്ട ഒരാളുടെ വേർപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടാകുക. എത്രയോ ഭവനങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഹസ്ബൻഡ് പോണു, അല്ലെങ്കിൽ വൈഫ് പോണു, മക്കള് പോണു, പേരമക്കള് പോണു, ഏതെങ്കിലും അത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ, ഏറ്റവും അടുത്തുള്ളവരുടെ വേർപാടിന്റെ വേദന നമുക്ക് മാസങ്ങൾ കഴിഞ്ഞാലും വർഷങ്ങൾ കഴിഞ്ഞാലും ഒപ്പിയെടുക്കാൻ പറ്റില്ല. അവിടെയാണ് ആധ്യാത്മിക ജ്ഞാനം. കുടുംബ ജീവിതത്തിൽ നമുക്ക് അവിടെയാണ് നമ്മളെ സഹായിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരാൾ പോയി, ഭഗവാൻ എന്താ പറയുന്നത്? ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? ആത്മീയത അർത്ഥം ആത്മാവുമായി ബന്ധപ്പെട്ട. ഈശ്വരൻ പറയുന്ന മക്കളെ, ഒരാൾ കുടുംബത്തിൽ നിന്ന് പോയി അർത്ഥം എന്താ? നിങ്ങളിത് തിരിച്ചറിയണം. ഇത് തിരിച്ചറിയണം. പ്രൊസസ്റ്റ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എന്റെ മരണം സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ, ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു, ഇവിടെ ഇരുന്ന് തന്നെ പോയി. അപ്പൊ നിങ്ങൾ എന്ത് പറയും? അയ്യോ, ഇത്ര നേരം ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്ന സിസ്റ്റർ ദാ പോയി. എന്താ ഭഗവാനെ? പോയി. ബോഡി ഇവിടെ കിടക്കുന്നു, ബോഡി ഇവിടെ ഉണ്ടാവും. എന്താ പോണേ? പോണതെന്താ? ജീവൻ അല്ലേ? ആത്മാവ് പോയി, ജീവൻ പോയി നമ്മൾ പറയും അല്ലേ? നമ്മളെന്താ പറയാ? അറിഞ്ഞോ സിസ്റ്റർ പോയി. പോയത് ആത്മാവാണ്, ജീവനാണ്. ആള് പോയി, ആള് കഴിയേ, ബോഡി ഇവിടെ ഉണ്ട്. നമ്മളെന്താ പറയണേ? ആള് പോയി. ആരെ പോയി? ഈ കിടക്കുന്നതാണോ ആള്? പോയതാണോ ആള്? കിടക്കുന്നതാണോ ആള്? പോയതാണോ ആള്? ഏതാണ്? നമ്മൾ പറയില്ല ആള് കഴിയേ, അറിഞ്ഞോ ആള് പോയി. ആരെയാണ്? ബോഡി ഇവിടെ ഉണ്ടല്ലോ. പിന്നെ നമ്മൾ നമ്മുടെ ആചാരാനുഷ്ഠാനം അനുസരിച്ച് നമ്മുടെ കൈകൊണ്ടല്ലേ ബോഡിയെ സംസ്കരിക്കുകയും ഒന്നിൽ കത്തിക്കും അല്ലെങ്കിൽ മണ്ണിൽ മറവ് ചെയ്ത് അവരവരുടെ സാമുദായിക ആചാരം അനുസരിച്ച് അല്ലേ? അപ്പൊ ഇതിലാര്? ആളാര്? പോയതാണോ കിടക്കുന്നതാണോ? കിടക്കുന്നത് ആളാണ്. നമ്മളെന്താ പറയുക? ബോഡി. അമ്മ കിടക്കണോ അച്ഛൻ കിടക്കണോ പറയില്ലല്ലോ, ബോഡി. പിന്നെ പറയില്ലേ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ അമ്മ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ എന്താ പറയാ? ബോഡി എടുത്തിട്ട് പോകും. ബോഡി ഇപ്പൊ വരൂ കേട്ടോ, അങ്ങനെയല്ലേ വിളിച്ച് പറയാ? ബോഡി ഇപ്പൊ വരും. അമ്മയെ കൊണ്ടുവരുന്ന പറയില്ലേ, എന്താ പറയാ? ബോഡി കൊണ്ടുവരും. ബോഡിയെ കിടക്കാനെല്ലാം അറേഞ്ച് ചെയ്തോ. ഭാഗത്തേക്ക് പോയപ്പോ, ഹോസ്പിറ്റലിലേക്ക് പോയപ്പോ അമ്മ, തിരിച്ചിറങ്ങിയപ്പോ ബോഡി. അപ്പൊ ഇതിന്റെ ഇടയിൽ എന്താ നടന്നത്?
അമ്മ പോയി, അമ്മ പോയി, പോയത് ആത്മാവ്. അപ്പൊ അതിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്താ? തിരിച്ചറിയേണ്ടത് പോയതാണ് അമ്മ, കിടക്കുന്നത് ബോഡിയാണ്, അമ്മയുടെ ശരീരമാണ് ഈ കിടക്കണം. അമ്മ പോയി, ദേഹം എവിടെയുണ്ട്. അതുകൊണ്ടാണ് ഗീതയിൽ എന്ത് പറയുന്നത്? ദേഹവും ദേഹ്യം, ദേഹവും ദേഹ്യം. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇതാണ്. ആദ്യം നമ്മുടെ ദുഃഖം മാറണമെങ്കിൽ, വേദന മാറണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്മാവിന് മരണമില്ല. മരണം ഏതിന് മാത്രമാണ്? ശരീരത്തിനാണ്. ഈ ശരീരത്തിൽ നിന്ന് പോയ അമ്മ അല്ലെങ്കിൽ ആത്മാവ്, നമ്മൾ ഈ ബോഡി സംസ്കരിച്ചതിന് ശേഷം ക്രിയ ആർക്ക് വേണ്ടി ചെയ്യണം? ശരീരത്തിനാണോ ആത്മാവിന് വേണ്ടിയിട്ടാണ്? ക്രിയ ആർക്ക് വേണ്ടി ചെയ്യുന്നത്? ആത്മാവിന് വേണ്ടിയിട്ട് ക്രിയ, ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി എന്നല്ലേ പറയാ. അണ്ടർസ്റ്റുഡാണ് ആത്മാവ് നിലനിൽക്കുന്നുണ്ട്, മറ്റേത് നമ്മളെ കൈകൊണ്ട് കത്തിച്ച് കളഞ്ഞു. അപ്പൊ ആത്മാവിന് വേണ്ടി ക്രിയ ചെയ്യുന്ന അർത്ഥം ആത്മാവ് ഉണ്ട്, എവിടെയോ ഉണ്ട്. എവിടെയും നമുക്കറിയില്ല, പക്ഷെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അവർക്ക് വേണ്ടി 16 ദിവസത്തെ ക്രിയ, മാസത്തിലെ പൂജ അല്ലേ, വർഷത്തിലെ ആണ്ട് വരുന്ന സമയത്ത് വീണ്ടും ഓർമ്മിച്ച് നമ്മൾ വീണ്ടും ശ്രാദ്ധം ചെയ്യുന്നു അല്ലേ, വർഷാവർഷം ചെയ്യുന്നു. അപ്പൊ ആർക്ക് വേണ്ടി ചെയ്യുന്ന? ആള് പോയിട്ടില്ല, ആള് നശിച്ചിട്ടില്ല. ആൾ എവിടേക്കാ പോയി? ഒരിടത്ത് മരണം, ഒരിടത്ത് ജനനം. അപ്പൊ ഒരിടത്ത് മരിക്കുമ്പോൾ പോകുന്നത് എവിടേക്കാണ്? അടുത്ത സ്ഥലത്ത് ജനിക്കാനാണ്. അപ്പോ നമ്മുടെ അടുത്ത് നിന്ന് പോയി അർത്ഥം മറ്റെവിടെയോ പോയിട്ട് ഒരു വീട്ടിലെടുത്ത് അമ്മയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എവിടെ ഒരു ഗർഭിണി കാത്തിരിക്കുകയാണ്. അമ്മയുടെ ഗർഭത്തില് ഗർഭിണികളായിരിക്കുമ്പോൾ നിങ്ങൾക്കറിയില്ലേ, തുടക്കത്തിൽ ചലനം ഉണ്ടാവില്ല. ആദ്യം ഗർഭത്തില് ഭ്രൂണം മാത്രമാണ് വളരുക. 3 മാസത്തിനും 5 മാസത്തിന്റെ ഇടയിലാണ് അമ്മയുടെ ഗർഭത്തിലേക്ക് അല്ലെ ആത്മാവ് വരുന്ന ജീവൻ. അപ്പോഴാണ് ചലനം ഉണ്ടാകുക. അതുവരെ വണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ, ഡ്രൈവർ വന്നിട്ടുണ്ടാവില്ല. അപ്പൊ ഡോക്ടർ ചോദിക്കില്ലേ വയറ്റിൽ അനക്കമുണ്ടോ? അനക്കമുണ്ട് അർത്ഥം എന്താ? ഡ്രൈവർ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വന്നു. ഇവിടേക്ക് ഡ്രൈവർ എവിടുന്ന വരണേ? അമ്മയും അച്ഛനും കൂടി ഒരു ബീജം സങ്കലനം ഗർഭത്തിൽ നടക്കും. ആ ഭ്രൂണം വളരും, ആ ബീജം വളർന്ന് കോശങ്ങളുടെ മൾട്ടിപ്ലിക്കേഷനിലൂടെ ഇത് വളർന്ന് വലുതാക്കും. അതിലേക്ക് ആ വണ്ടി ഓടിക്കാനുള്ള ഡ്രൈവർ മറ്റെവിടുന്നോ വരണം. എവിടുന്ന വരിക? എവിടെയെങ്കിലും ഒരു മരണം നടക്കുമ്പോൾ ഒരിടത്ത് മരണം, ഒരിടത്ത് ജനനം. അപ്പൊ ഇവിടുന്ന് ഇറങ്ങിയ ആള് പോകുന്നത് എവിടേക്കാണ്? അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്കാണ്. അപ്പോ എവിടെയോ പുതിയ വണ്ടി എടുക്കാൻ സമയമായി ഡ്രൈവർക്ക്. അപ്പോഴാണ് ഇവിടുന്ന് ഡ്രൈവർ എന്ത് ചെയ്യുന്നത്? ഇറങ്ങണത്. ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് അടുത്ത വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഇവിടെ നമ്മൾ പോയി പറഞ്ഞ് കരയും. അവിടെ 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 ഒരു കുട്ടിയെ കിട്ടിയതിന്റെ സന്തോഷം. അപ്പൊ നമ്മൾ നോക്കൂ, നമ്മുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമ്മൾ നോക്കണം. എത്ര നമ്മൾ ജ്ഞാനത്തോടു കൂടി, എത്ര അർത്ഥവത്തായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അത് നമ്മുടെ മുതിർന്നവര് നമ്മളോട് പറയും, വീട്ടിലുള്ളവര് കരയില്ലേ 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 എന്ന് പറയും. നമ്മൾ എവിടെ കേൾക്കണം? നമുക്ക് സങ്കടമല്ലേ? ആ സങ്കടം കാരണം നമ്മൾ കരയും. എന്തുകൊണ്ടാണ് കരയരുതെന്ന് പറയുന്നത് ഇപ്പൊ മനസ്സിലായില്ലേ? കാരണം പോയിരിക്കുന്നത് എവിടേക്കാണ്? പുതിയ വസ്ത്രം എടുക്കാൻ. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, തമിഴ്നാട്ടിലേക്ക് ഇപ്പോഴും ഒരു കസ്റ്റമുണ്ട്. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച സിസ്റ്റർ ചെന്നൈയിലൊരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരികയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടില് ഒരു ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന കാഴ്ചയായിരുന്നു. ആ ബോഡിയുടെ ഫ്രണ്ടില് ചെണ്ട കുട്ടി ഇങ്ങനെ ആട്ടം പാട്ടും ഡാൻസ് ചെയ്തുകൊണ്ടാണ് ഒരു ബോഡി കൊണ്ടുപോയത്. ഇതാ കാര്യം. അവിടെയൊക്കെ ഇപ്പോഴും ഉണ്ട്. പ്രായമായവര് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ബോഡി കൊണ്ടുപോകുമ്പോൾ കിലോമീറ്റർ കണക്കിന് ആ വണ്ടിക്ക് മുന്നിൽ അവരെ ആഘോഷത്തോടെ സന്തോഷത്തോടു കൂടി നൃത്തം ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അതും മരണമാണ്, ഒരാചാരമാണ്. നൃത്തം ചെയ്ത് ഡാൻസ് ചെയ്തുകൊണ്ട് ആണ് ബോഡി കൊണ്ടുപോകുന്നത്. എൻ്റെ അർത്ഥം എന്താ? എൻ്റെ അർത്ഥം എന്താണ്? ആത്മാവി ശരീരത്തിൽ നിന്ന് ഇറങ്ങി അടുത്ത ശരീരത്തിലേക്ക് പോവുകയാണ്. അപ്പൊ പഴയ വണ്ടി കളഞ്ഞ് പുതിയ വണ്ടി എടുക്കാൻ പോവാ. പഴയ വസ്ത്രം വിട്ട് പുതിയ വസ്ത്രം. അപ്പൊ പുതിയ വസ്ത്രത്തിലേക്ക് പോകുന്നതിന്റെ സന്തോഷം ആഘോഷിക്കുകയാണ്. അപ്പോ ഒരിടത്ത് മരണം ദുഃഖം, ഒരു സ്ഥലത്ത് മരണം ആഘോഷാക്കി മാറ്റണം. കാരണം നമുക്ക് വേണ്ടത് ആദ്യം എന്താണ് മരണം, എന്താണ് ജനനം എന്ന ജ്ഞാനം വേണം. ആ ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ദുഃഖം. അതുകൊണ്ടാണ് വേർപാടിന്റെ വേദന നമുക്ക് മറക്കാൻ പറ്റാത്തത്.
അതും പ്രത്യേകിച്ചും നമുക്ക് കൂടുതൽ പ്രിയപ്പെട്ടവര്, അതും ചെറുപ്പക്കാര്, പ്രായം കുറഞ്ഞവരുടെ വേർപാടാകുമ്പോൾ നമുക്ക് ജീവിതകാലം മുഴുവൻ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ആര് നമ്മുടെ അടുത്ത് നിന്ന് പോയോ അവരെ പ്രതി നമ്മൾ കരയുമ്പോൾ അവർക്ക് ഉപകാരമല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കരച്ചിൽ അവർക്ക് ഉപദ്രവമാണ്. ഇതും കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്ത് ഉപദ്രവം ഉണ്ടാക്കും? ഇപ്പോൾ സപ്പോസ് ഞാൻ ഇവിടുന്ന് പോയി അടുത്ത അമ്മയുടെ ഗർഭത്തിൽ കയറി, നിങ്ങൾ 10 ആൾ ഇവിടെ നിന്ന് കരയാണ്, 10 ദിവസം കരയാണ്, 1 മാസം കരയാണ്. ഞാൻ അടുത്ത വണ്ടിയിൽ കയറി, 1 വർഷത്തിനുള്ളിൽ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വരും കുട്ടി വന്നിട്ട് വളരുകയാണ്. അടുത്ത വീട്ടിൽ ജനിച്ചു അച്ഛനമ്മ. കാരണം നമ്മൾ അടുത്ത അമ്മയുടെ ഗർഭത്തിൽ പോകുന്നതോടുകൂടി നമുക്ക് ഓർമ്മയില്ല നമ്മൾ എവിടെ നിന്ന് മരിച്ചു എന്നോ, ആരായിരുന്നു അച്ഛനെന്നോ അമ്മയെന്നോ, ഏത് വീട്ടിലായിരുന്നെന്നോ, ഹസ്ബൻഡ് ആയിരുന്നെന്നോ, മക്കളായിരുന്നതൊന്നും നമുക്കാർക്കും ഓർമ്മയില്ല. കാരണം അടുത്ത വണ്ടി എടുക്കുന്നതോടുകൂടി പഴയ കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് മാറും. ബാക്കി അപൂർവം ചിലർക്ക് മാത്രമാണ് പൂർവ്വജന്മത്തിന്റെ കാര്യങ്ങൾ ചിലതൊക്കെ ഓർമ്മ വരും. നമ്മൾ ചിലപ്പോൾ അപൂർവ ന്യൂസ് ഒക്കെ വരില്ലേ, ആ കുട്ടിക്ക് കഴിഞ്ഞ ജന്മത്തെ അച്ഛൻ്റെ ഓർമ്മ വന്നോ അമ്മയുടെ ഓർമ്മ വന്നോ തിരിച്ചറിഞ്ഞു, അപൂർവം കേസസ്. ബാക്കി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ശരീരം എടുത്ത് നമ്മൾ പകൽ 5 വർഷമായി എന്നിരിക്കട്ടെ, പക്ഷെ 5 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ വിഷമം മാറണില്ല, ഞാനിവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോയ ആളെ കുറിച്ച് ആലോചിച്ച്. അപ്പോൾ 5 വർഷമായി പോയിട്ട് അർത്ഥം 4 വയസ്സുള്ള ഒരു കുട്ടിയായിട്ട് എവിടെയോ ഉണ്ട്. ആ 4 വയസ്സുള്ള കുട്ടി ഓടി നടക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് ദുഃഖിക്കുമ്പോൾ, നമ്മൾ വേദനിക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ എന്തുണ്ടാകും? അസ്വസ്ഥതകളുണ്ടാകും. അറിയാതെ കരച്ചിൽ വരും, അറിയാതെ സങ്കടം വരും. ചില സമയത്ത് നമ്മൾ പറയില്ലേ, എന്താണെന്നറിയില്ല, ആകെ മനസ്സിനൊരു അസ്വസ്ഥത, ഒരു ബേജാരം. എന്നാൽ നമുക്ക് ഒരു കാരണവുമില്ല, വീട്ടിലൊരു പ്രശ്നമില്ല, എവിടെയൊരു പ്രശ്നമില്ല, പക്ഷെ മനസ്സിനാകെ ഒരു വെപ്രാളം. ഇപ്രകാരം ഉള്ള നമ്മുടെ ഓർമ്മകൾ നമ്മൾ വേദനിച്ചുകൊണ്ട് എത്ര സമയം വിഷമിച്ചുകൊണ്ട് അവരെ ഓർമ്മിക്കണോ, നമ്മുടെ വേദനകളും വിഷമങ്ങളും എല്ലാം ഇവിടുന്ന് അവിടേക്ക് സഞ്ചരിക്കുക. അവർ ലോകത്തിന്റെ ഏത് കോണിൽ പോയി ജനിച്ചിട്ടുണ്ടെങ്കിലും അവിടേക്ക് വൈബ്രേഷൻ എത്തും. കാരണം ഇവിടുത്തെ വേദന അവിടെ എത്തുന്നത് ഊർജമാണ്, വിഷമം ഒരു ഊർജമാണ്, സന്തോഷം ഒരു ഊർജമായിരിക്കുന്നത് പോലെ വിഷമം ഒരു ഊർജമാണ്, ദുഃഖം ഒരു ഊർജമാണ്, വേദന ഒരു ഊർജമാണ്. ആ ഊർജം ഇവിടുന്ന് സഞ്ചരിച്ച് അവിടെ എത്താൻ സെക്കൻഡ് പോലും ആവശ്യമില്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, നമ്മളോട് പോയവരെ കുറിച്ച് ഓർമ്മിച്ച് കരയില്ലേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് തന്നെ. പക്ഷെ ആ പ്രാർത്ഥിക്കാനുള്ള മനസ്സുണ്ടാകണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം വേണം. മരണം എന്ന് പറഞ്ഞാൽ ഇതാണ്, പഴയ വസ്ത്രം കളഞ്ഞു പുതിയ വസ്ത്രം എടുക്കാൻ പോയി. 10 വർഷമായിട്ട് പോയി 9 വയസ്സുള്ള കുട്ടിയായിട്ട് എവിടെയുണ്ട് എന്ന് വെച്ചേക്കും. സിസ്റ്ററെ, നമ്മുടെ പ്രിയപ്പെട്ടവർ പോകുമ്പോൾ നമുക്ക് സങ്കടം വരില്ലേ? വിഷമം വരില്ലേ? വിഷമം വരും. കാരണം ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഒപ്പം നമുക്ക് ജ്ഞാനം ഉണ്ടെങ്കിൽ, നമ്മൾ സത്സംഗികളാണെങ്കിൽ, നിത്യ സത്സംഗത്തിൽ നമ്മൾ പങ്കെടുക്കുന്നതിലൂടെയുള്ള ഗുണം എന്താണ്? ജ്ഞാനം നമുക്ക് ബലം തരാം. ജ്ഞാനബലം കൊണ്ട് നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റും. വിഷമത്തെ നിയന്ത്രിക്കാൻ പറ്റും, ദുഃഖത്തെ നിയന്ത്രിക്കാൻ പറ്റും, വേദനകളെ നിയന്ത്രിക്കാൻ പറ്റും. ഒരു കൺട്രോൾഡ് ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റും നമുക്ക് ജീവിതയാത്രയിൽ. കാരണം എത്ര വിഷമിക്കുന്നോ വേദനിക്കുന്നോ അവർക്ക് മാത്രമല്ല ബുദ്ധിമുട്ട്, ആർക്ക് കൂടിയ നമ്മുടെ ശരീരം കേടുവരും, അസുഖങ്ങൾ പലതും വരും, മനസ്സിനും കുഴപ്പം, ശരീരത്തിനും കുഴപ്പം. കാരണം എത്ര അശാന്തി ഉണ്ടാകുന്നു, വിഷമം വരുന്നു, എത്ര ദേഷ്യം വരുന്നു, ഇതെല്ലാം ആദ്യം കേടുവരുത്തുന്നത് നമ്മുടെ ശരീരത്തെ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ആധ്യാത്മിക ജ്ഞാനം കൊണ്ടുണ്ടാകുന്ന ഗുണം, നമ്മുടെ മനസ്സിനെ ഹീൽ ചെയ്യാനുള്ള ബലം, ജ്ഞാനത്തിന്റെ ബലം നമുക്ക് തന്നെ, ജ്ഞാനത്തിന്റെ ചിന്തനത്തിലൂടെ നമ്മളെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ദുഃഖത്തിൽ നിന്ന് കരകയറ്റാൻ പറ്റും. അതുകൊണ്ടാണ് ആദ്യമേ സിസ്റ്റർ നിങ്ങളോട് പറഞ്ഞേ, ഫസ്റ്റ് ഡോക്ടർ നമുക്ക് തന്നെ ഡോക്ടറായി മാറാൻ പറ്റും. അതാണ് ജ്ഞാനം നമുക്ക് നൽകുന്ന കരുത്ത്, ശക്തി, ജ്ഞാനത്തിന്റെ ബലം. രണ്ടാമത്തത്, നമുക്ക് നമ്മുടെ ജീവിതത്തിലെ അടുത്ത ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? എല്ലാവർക്കും ദേഷ്യം, നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യം. പെട്ടെന്ന് ദേഷ്യം കൊണ്ട് എത്ര ബന്ധങ്ങളാണ് കേടുവരുന്നത്, എത്ര ഡൈവോഴ്സുകളാണ് നടക്കുന്നത്. അപ്പൊ നാവിൽ നിന്ന് എങ്ങനെയുള്ള വാക്കുകളാണ് പുറത്തു വരുന്നത് യാതൊരു കൺട്രോളും
കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്, അപ്പോൾ ഒത്തിരി നിയന്ത്രിച്ചാൽ മതിയായിരുന്നു എൻ്റെ നാവിന്. കാരണം നാവ് കത്രികയുടെ ജോലിയെ ചെയ്യുന്നത്, എല്ലാത്തിനും മുറിച്ചു വിടും. പക്ഷെ ഈ നാവ് കൊണ്ട് നമുക്ക് ശുചി നൂലിൻ്റെ ജോലിയും ചെയ്യാം. മുറിച്ചുവിട്ട ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുന്നതും അതും നാവ് കൊണ്ട് തന്നെയാണ്, അല്ലേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മഹാഭാരത യുദ്ധത്തെക്കുറിച്ച് പറയാറില്ലേ, ദ്രൗപദിയുടെ വായിൽ നിന്ന് വീണ ഒരു അപശബ്ദം, അല്ലെ? കളിയാക്കി ചിരിച്ചു, ഒന്ന് പരിഹാസച്ചിരി. പിന്നെ അതിനുശേഷം എന്ത് പറഞ്ഞു? കുരുടന്റെ മക്കളെല്ലാം കുരുടന്മാർ. ആ വാക്ക് കേട്ടതും പരിഹാസ വാക്കുകൾ, അപമര്യാദയോട് കൂടിയ വാക്കുകൾ ഉപയോഗിച്ചപ്പോൾ അത് കേട്ടതും ദുര്യോധനന്റെ ഉള്ളിൽ എന്ത് വന്നു? പക, വിദ്വേഷം. ഇതിന് ഞാൻ പകരം വിട്ടു. അപ്പൊ നമ്മള് അല്പസമയത്തേക്ക് കളിയാക്കാൻ, പരിഹസിക്കാൻ, അല്ലെ മറ്റുള്ളവരെ ചെറുതാക്കാൻ നമ്മുടെ ഉള്ളിലെ നമ്മുടെ ഈഗോ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ മേലെ നിയന്ത്രണമില്ലാത്തത് കൊണ്ട് അത് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ പോയിട്ട് അത് അമ്പ് പോലെയാണോ തട്ടുക, സൂചി പോലെയാണോ കുത്തുക, മുള്ളു പോലെയാണോ കുത്തുക, ശൂലം പോലെയാണോ തറയ്ക്കുക എന്ന് ചിന്തിക്കാറില്ല. വാക്കുകളുടെ മേലെ നിയന്ത്രണമില്ല. ആധ്യാത്മിക ജ്ഞാനം നമ്മൾ ശ്രമിക്കുകയും ധ്യാനം, മെഡിറ്റേഷൻ നമ്മൾ പരിശീലിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ നാക്കിന്റെ മേലെ, വാക്കുകളുടെ മേലെ നമുക്ക് നിയന്ത്രണം, വിവേകത്തോടെ പിന്നെ നമ്മൾ സംസാരിക്കില്ല. സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കും. നമുക്കറിയില്ലേ, പഠിപ്പുണ്ട് പക്ഷെ വിവരമില്ല. കണ്ടില്ലേ പറയാൻ, കണ്ടില്ലേ പെരുമാറാൻ. പഠിപ്പുണ്ട്, പാണ്ഡിത്യമുണ്ട്, പൈസയുണ്ട്, പദവിയുണ്ട്, പക്ഷെ പെരുമാറാൻ അറിയില്ല. അപ്പൊ എത്ര വലിയ ജോലി കിട്ടിയാലും, എത്ര വലിയ കസേരയിൽ പോയി ഇരുന്നാലും വിവേകമില്ലെങ്കിൽ, വിവരമില്ലെങ്കിൽ, കൂടെ ജോലി ചെയ്യുന്നവരോട്, അല്ലെങ്കിൽ ഒരു കുടുംബം ഉണ്ടാക്കി ഒരു കല്യാണം കഴിച്ചൊരു വീട്ടിലേക്ക് വിട്ടു, നമ്മൾ വിടുമ്പോൾ 500 പവൻ കൊടുത്തു വിട്ടു, അല്ലെങ്കിൽ എത്ര വാഹനങ്ങൾ കൊടുത്തു വിട്ടു, എത്ര ഏക്കർ കണക്കിന് സ്വത്ത് അവരുടെ പേരില്, അല്ലെങ്കിൽ എത്ര പൈസ അവരുടെ പേരില്, ലക്ഷം കോടി ഇട്ടു കൊടുത്തു. പക്ഷെ പോയി ജീവിക്കേണ്ടത്, രണ്ടാൾ ഒരുമിച്ച് ജീവിക്കണം, രണ്ടുപേരും ചേർന്നൊരു കുടുംബത്തിൽ ജീവിക്കണം. ആ കുടുംബത്തിൽ 4 ആളുണ്ടാവും, 10 ആളുണ്ടാവും, 40 പേരുണ്ടാവും. അവിടെ ഒരുമിച്ച് പോയി ജീവിക്കാനുള്ള കല വേണ്ടേ? അതാണ് നമ്മുടെ പെരുമാറ്റ കല. ബാക്കിയൊക്കെ നമുക്ക് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കൊടുത്ത് വിടാൻ പറ്റുള്ളൂ. പക്ഷെ ഈ കല, ഒരു കുടുംബത്തിൽ പോയി എങ്ങനെ ജീവിക്കണം, രണ്ടുപേര് സംസാരിക്കുമ്പോൾ എങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കണം, അത് ഹസ്ബൻഡ് വൈഫിനോടാണെങ്കിലും, വൈഫ് ഹസ്ബൻഡിനോടാണെങ്കിലും, ഒരു അമ്മയോടാണെങ്കിലും, അമ്മായിച്ചനോടാണെങ്കിലും, അമ്മായിയമ്മയോടാണെങ്കിലും, ആരോടാണെങ്കിലും നമ്മൾ പോയി സംസാരിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകൾ, അതിനനുസരിച്ചിരിക്കും നമുക്ക് അവിടെ സ്വർഗവും ഉണ്ടാക്കാം, നരകവും ഉണ്ടാക്കാം, അല്ലേ? നമ്മളിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീടൊക്കെ അമ്പലത്തിന്റെ മോഡലിൽ കിട്ടും. ഇപ്പൊ കേരളത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ടെമ്പിൾ മോഡലിൽ നമ്മുടെ വീടൊക്കെ കിട്ടും. പക്ഷെ ടെമ്പിൾ മോഡലിൽ വീട് മാത്രം പോലുള്ള വീട്ടിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നവര്, ടെമ്പിളിന്റെ ഉള്ളിൽ, ക്ഷേത്രത്തിനുള്ളിൽ ഇരിക്കുന്ന ദേവനെ പോലെ, ദേവിയെ പോലെ ദൈവികമായ പെരുമാറ്റം, ദൈവികമായ സംസ്കാരം, ശാന്തതയും വിനയവും സത്യതയും ബഹുമാനവും പരസ്പരമായ ആദരവും കൊടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ഒരു ബന്ധം നിലനിൽക്കുന്നു. ഇപ്പൊ തന്നെ പ്രായമായ അമ്മമാരും കുറെ പേരുണ്ട്, കൂട്ടത്തിൽ അച്ഛന്മാരും എല്ലാവരും ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളും വർഷങ്ങൾ നീണ്ട 40-50 വർഷമായിട്ട് ഒരു കുടുംബത്തിലിരിക്കുന്നവരെ, കല്യാണം കഴിച്ച് 40 വർഷം 50 വർഷമൊക്കെ ഫാമിലിയിൽ മക്കളും പേരമക്കളെയൊക്കെ കണ്ട തലമുറകളും ഇവിടെയുണ്ട്. അപ്പൊ നിങ്ങളും ജീവിച്ചില്ലേ? എങ്ങനെ ജീവിച്ചു? എന്റെ കുടുംബങ്ങളിൽ ഒരു പ്രശ്നവും വന്നിട്ടില്ലേ? ഒരു പ്രശ്നവും വരാത്തത് കൊണ്ടാണ് നിങ്ങൾ ഡൈവോഴ്സ് ചെയ്യാതിരുന്നത്? അല്ല, ഇന്നും ഫാമിലിയാണ്. ഇന്ന് അത്രയും പോലും ഇല്ല കുടുംബങ്ങളില്. പണ്ടൊക്കെ വീടുകളില് ഒരു വീട്ടിൽ തന്നെ 10-15 മക്കളുണ്ട്. കയറി ചെല്ലുന്ന വീട്ടിലും അല്ല അത്രയും ഉണ്ടാവും. പിന്നെ അവരുടെ മക്കളും മരുമക്കളും എല്ലാം ചേർന്ന് ഒരേ വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത്, ഇല്ലേ? എല്ലാ വീടുകളിലും അമ്പലം പോലും വീടിനോട് ചേർന്നുണ്ട്. കാരണം ഒരു വീട്ടിൽ തന്നെ 10-40 പേര് ഒരു ഭവനത്തിൽ ഉണ്ടായിരുന്നിട്ടുണ്ട്. ഇത്രയും പേരോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചിട്ടില്ലേ? അത്രയും മക്കളും അത്രയും പേരമക്കളും ആ ഒരു ഭവനത്തിൽ, ഒരു മുറ്റത്തിൽ വളർന്നിട്ടില്ലേ? അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ?
അവിടെ അമ്മയും അമ്മായിയമ്മയും അമ്മായിയച്ഛനും അമ്മായിയമ്മയും എല്ലാവരും ഉണ്ടായിരുന്നില്ലേ? എന്താ വ്യത്യാസം? എന്താ വ്യത്യാസം? ഇപ്പോഴും അപ്പോഴും തമ്മിൽ എന്താ വ്യത്യാസം? ആൾക്കാർ പറയും അത് അന്നല്ലേ, ഇപ്പൊ നിങ്ങള് ന്യൂ ജനറേഷൻ അല്ലേ? ശരിയാണ്. എന്താ വ്യത്യാസം? പ്രശ്നങ്ങൾ പുതിയത് വല്ലതും വരും? പ്രശ്നങ്ങൾ അന്നും ഇന്നും ഉള്ളതൊക്കെ തന്നെയാണ്. പക്ഷെ വ്യത്യാസം ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ മനോഭാവത്തിൽ ഈ ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞു. അതാണ് സംഭവം. ബാറ്ററി ചാർജ് കുറഞ്ഞു. ഈ ബാറ്ററി ചാർജ് കുറഞ്ഞതുകൊണ്ടാണ് അല്ലെ, നമ്മുടെ മൊബൈൽ തന്നെ നോക്കൂ, ബാറ്ററിയുടെ ചാർജ് കുറയുമ്പോൾ ഓരോ ഘട്ട കുറയുമ്പോൾ നമുക്ക് കാണാം, ലാസ്റ്റ് ഘട്ടയിൽ എത്തുമ്പോൾ എന്താവും? റെഡ് ലൈറ്റ് കത്തും. കുറച്ച് കഴിയുമ്പോൾ ഓഫായി. അതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ചാർജ് കുറഞ്ഞ് ഇപ്പൊ സഹിക്കാൻ വയ്യ, ക്ഷമിക്കാൻ വയ്യ, അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യ, ചേർന്ന് പോകാൻ വയ്യ, ചേർത്ത് കൊണ്ടുപോകാൻ പറ്റണില്ല. നല്ല വാക്കുകൾ ഈ ഡിക്ഷണറിയിൽ നിന്ന് എടുത്ത്, വാക്കുകൾ ഇല്ലാഞ്ഞിട്ടല്ല, ചിലരോട് നന്നായിട്ട് പെരുമാറാനറിയാം, ചിലരുടെ അടുത്താണ് എന്തും പറയണം. എൻ്റെ ഭാര്യയല്ലേ എന്തു ആകാം, എൻ്റെ അമ്മയല്ലേ എന്തു ആകാം, എൻ്റെ അമ്മയമ്മല്ലേ എന്തു ആകാം, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരല്ലേ, എൻ്റെ താഴെ ജോലി ചെയ്യില്ല, അവരോട് എന്തുമാകാം. അപ്പൊ നമുക്ക് ഈ ബാറ്ററിയിൽ ചാർജ് ഉണ്ടെങ്കിൽ മാത്രമേ, ഈ ബാറ്ററി ചാർജ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ചൂസ് ചെയ്യുള്ളൂ, തെരഞ്ഞെടുത്ത് ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള വാക്കുകളും പ്രവൃത്തികളും പെരുമാറ്റം. അപ്പൊ ഇവിടെ ചാർജ് ഉണ്ടാക്കണം. ആ ചാർജിങ് ആണ് മെഡിറ്റേഷൻ, ധ്യാനം. നമുക്ക് ഓർമ്മയുണ്ടാവും, പണ്ടൊക്കെ നമ്മുടെ ഋഷിമാരുടെയും മുനിമാരുടെയും ഒക്കെ ചിത്രങ്ങൾ നിങ്ങൾ നോക്കിക്കോളൂ. എന്ത് പ്രശ്നം വന്നാലും കണ്ടിട്ടില്ലേ? ധ്യാനത്തിലിരുന്നു, ബുദ്ധിക്ക് ടച്ചായി അത് പറയുന്നു, ചെയ്യുന്നു. അവര് പ്രശ്ന പരിഹാരത്തിന് ഒരു സൈക്കാട്രിസ്റ്റിനടുത്തും സൈക്കോളജിസ്റ്റിനടുത്തും ഓടുന്ന നമ്മൾ കണ്ടിട്ടില്ല. അവര് സ്വയം ഹീൽ ചെയ്തു. എന്താ കാര്യം? ധ്യാനം. ഈ ബാറ്ററി സുപ്രീം പവർ ഹൗസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ചാർജ് കിട്ടും. ചാർജ് കിട്ടുമ്പോൾ ഈശ്വരീയ ശക്തിയുടെ ചാർജ് നിറയുമ്പോൾ നമുക്ക് എന്ത് പറയണം, എന്ത് ചെയ്യണം, എവിടെ പോകണം, എവിടെ പോകാൻ പാടില്ല, എന്ത് കഴിക്കണം, എന്ത് കഴിക്കാൻ പാടില്ല, എന്ത് കുടിക്കണം, എന്ത് കുടിക്കാൻ പാടില്ല, കൺട്രോൾഡ് ഡ്രൈവിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് തൊട്ട് നോക്കും മുന്നിൽ അയ്യപ്പന്റെ അമ്പലമാണ്. അയ്യപ്പന്റെ പ്രതിഷ്ഠ തന്നെ എങ്ങനെ ഇരിക്കണം? അയ്യപ്പന്റെ പ്രതിഷ്ഠ എങ്ങനെയാണ്? ധ്യാനമൂർത്തിയാണ് അയ്യപ്പൻ. ശബരിമലയിലേക്ക് എന്തിനാ പോയത്? ശബരിമലയ്ക്ക് എന്തിനാ പോയിട്ടാള്? എന്താ പറയുന്ന രാജാവിന്റെ അടുത്ത്? പന്തള രാജാവിനോട് എന്താ പറഞ്ഞിട്ട് പോയത്? എനിക്ക് ധ്യാനിക്കണം. ധ്യാനിക്കാൻ വേണ്ടി പോയിരുന്ന സ്ഥലമാണ്. അവിടെയാണ് ക്ഷേത്രം കെട്ടിയിരുന്ന് നമ്മൾ ആരാധിക്കുന്നത്. ഇരിക്കുന്ന മൂർത്തി രൂപം തന്നെ ബാക്കി എല്ലാ ദേവീ ദേവന്മാരുടെ മൂർത്തി രൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ധ്യാനമൂർത്തിയാണ്. എന്റെ അർത്ഥം എന്താണ്? കലിയുഗ വരദനാണ് അയ്യപ്പൻ എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ? ഈ കലികാലത്തിലുണ്ടാകുന്ന ദുരിതങ്ങളിൽ നമുക്ക് മറികടക്കണമെങ്കിൽ ഏകമാത്ര ഉപാധി ധ്യാനവും ജ്ഞാനവുമാണ്. അയ്യപ്പൻ ജ്ഞാനത്തിന്റെയും ധ്യാനത്തിന്റെയും പ്രതിമൂർത്തിയായിരുന്നു. ജ്ഞാനബലം കൊണ്ടാണ് ബാബരെ പോലും തന്റെ ഫ്രണ്ടാക്കി, ശത്രുവിനെ മിത്രമാക്കി മാറ്റാനുള്ള കല ജ്ഞാനമാണ്, വിവേകമാണ്. അവിടെയാണ് നമ്മൾക്ക് തിരിച്ചറിയേണ്ടത്. കലിയുഗ വരദനായ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്ന മാർഗമാണ് ജ്ഞാനമാർഗം. കാരണം നമ്മൾ ജന്മജന്മാന്തരങ്ങളായി ഭക്തി ചെയ്യുന്നുണ്ട്. ഭക്തി ചെയ്യാതെയോ പൂജ ചെയ്യാതെയോ വീട്ടില് നമ്മള് വിളക്ക് വയ്ക്കാതിരിക്കുകയോ ഒന്നും നമ്മൾ ചെയ്യുന്നു. ഇതെല്ലാം ജന്മജന്മാന്തരങ്ങളായി ചെയ്യുന്നു. ക്ഷേത്രം കെട്ടി നമ്മൾ ആരാധന ചെയ്യുന്നു. പക്ഷെ എന്നിട്ട് നമ്മുടെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും മാറ്റമില്ലല്ലോ. ഡേ ബൈ ഡേ കൂടുകയാണ്. ദേഷ്യത്തിന് കുറവില്ല, ശാന്തിക്ക് കുറവില്ല. അപ്പൊ നമ്മൾ തിരിച്ചറിയണം എവിടെയാണ് നമുക്ക് എന്താണ് മിസ്സിങ്. ആ മിസ്സിങ് ആണ് അയ്യപ്പൻ കാണിച്ചു തരുന്ന. മക്കളെ, ധ്യാനം പഠിക്കുക. മെഡിറ്റേഷൻ ആസ് മെഡിസിൻ എന്ന് പറയാം. ധ്യാനം ഒരു ഔഷധമാണ്. അതുകൊണ്ട് ഇന്ന് ധാരാളം ഡോക്ടർമാർ പോലും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഡോക്ടേഴ്സ് ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ മരുന്നിനോടൊപ്പം ധാരാളം പേര്, സിസ്റ്റർക്കറിയാൻ നമ്മുടെ മെഡിറ്റേഷൻ സെന്ററാണ്, ധാരാളം ഡോക്ടേഴ്സ് പറഞ്ഞു വിട്ടിട്ട് ധാരാളം പേര് ഫാമിലിയായിട്ട് വരാറുണ്ട്.
ഇന്ന ഡോക്ടർ പറഞ്ഞു നിങ്ങൾ മരുന്ന് മാത്രം കഴിച്ചാൽ പോരാ, നിങ്ങൾക്ക് ഈ അസുഖമാണ്. ആത്മാർത്ഥതയുള്ള ഡോക്ടേഴ്സ് പറയാറുണ്ട്. നിങ്ങൾ സത്സംഗം കേൾക്കാൻ പോവും, ധ്യാനം പരിശീലിക്കണം. മെഡിറ്റേഷൻ പരിശീലിക്കുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് എന്നും നിങ്ങളെ ഹീൽ ചെയ്യാൻ പറ്റൂ. എന്നും നിങ്ങൾക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പോയി മെഡിറ്റേഷൻ പഠിക്കൂ, സത്സംഗം കേൾക്കൂ എന്ന് പറഞ്ഞ ധാരാളം ഡോക്ടേഴ്സ്, ആത്മാർത്ഥതയുള്ള സത്യസന്ധതയുള്ള ഡോക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒന്ന്, നമുക്ക് തന്നെ നമ്മളെ ഹീൽ ചെയ്യാൻ പറ്റണമെങ്കിൽ, നമ്മുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മളെന്ത് തിരിച്ചറിയണം? ഇവിടെ ബാറ്ററി ചാർജ് കുറവാണ്. ശാന്തിയുടെ ശക്തി കുറയുമ്പോഴാണ്, സ്നേഹത്തിന്റെ ശക്തി കുറയുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത്. അപ്പൊ ശാന്തിയുടെ ശക്തി കിട്ടണമെങ്കിൽ ശാന്തിയുടെ കടൽ, ശാന്തിയുടെ പവർ ഹൗസ് ആരാണ്? സർവശക്തിവാണ്. ഭഗവാന്റെ മഹിമയിലല്ലേ നമ്മൾ പാടണേ, ശാന്തി സാഗര, സ്നേഹക്കടലേ, അല്ലേ? ഇതെല്ലാം ഈശ്വരന്റെ മഹിമയാണ്. അപ്പൊ പവർ ഹൗസുമായി കണക്ട് ചെയ്യുന്ന മാർഗത്തിന്റെ പേരാണ് ധ്യാനം. ആത്മാവാണെന്ന ബോധത്തിൽ ഇരുന്നുകൊണ്ട് പരമാത്മാവിനെ ഓർമ്മിക്കുക, ആ മാർഗത്തെയാണ് യോഗമാർഗം എന്ന് പറയും. രാജയോഗം, സർവശ്രേഷ്ഠ യോഗം, ആത്മാവും പരമാത്മാവും തമ്മിലുള്ള യോഗം. അതാണ് ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയം 145 രാജ്യങ്ങളില്, ഭാരതത്തില് രാജസ്ഥാനിലെ മൗണ്ട് അബു കേന്ദ്രമാക്കിക്കൊണ്ട്, ആസ്ഥാനമാക്കിക്കൊണ്ട് ഈ വിശ്വമെമ്പാടും സത്സംഗ മന്ദിരങ്ങളാണ് നമ്മുടെ. ജ്ഞാനക്ഷേത്രമാണ്, ധ്യാനക്ഷേത്രമാണ്. നമുക്കൊരു അമ്പലം പോലെ ആണിപ്പോൾ ഈ രാജയോഗ ക്ഷേത്രങ്ങൾ, രാജയോഗ മന്ദിരങ്ങൾ. ഇവിടെ നിത്യ സത്സംഗവും നിത്യേന മെഡിറ്റേഷൻ പരിശീലിപ്പിക്കുകയും ചെയ്യുകയാണ്. കാരണം അതിലൂടെ മാത്രമേ, ധ്യാനം പരിശീലിക്കുന്നതിലൂടെ നമുക്ക് നമ്മളെ തന്നെ എന്ത് ചെയ്യാം? നമ്മുടെ ഡോക്ടറായിട്ട് മാറും. നമ്മുടെ ഉള്ളിൽ ശക്തി നിറയും. ബാറ്ററിയിൽ ചാർജ് നിറയുമ്പോൾ ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിക്കാനും, തിരിച്ചറിയേണ്ടടുത്ത് തിരിച്ചറിയാൻ. എത്ര അപകടക്കുഴികളിലെ പോയി വീഴണം. കയ്യിലുള്ള ഈ പെട്ടി തന്നെ എത്ര അപകടങ്ങളിലെ കൊണ്ടുപോയി നമ്മളെ വീഴ്ത്തണം. എല്ലാ കള്ളന്മാരും ഈ പെട്ടിയിലാണ്. കാരണം എല്ലാ മനുഷ്യരും ഇതിലാണ്. നല്ലതും കെട്ടതും ഇതിലാണ്. ഇന്നിപ്പോ പൈസ വീട്ടിലല്ലല്ലോ, പൈസയും പെട്ടിയില്ല, എല്ലാം പെട്ടിക്കുള്ളില്ല. അതുകൊണ്ട് കള്ളന്മാരും എവിടെയാണ്? ഈ പെട്ടിയില്ല. എല്ലാം നല്ലതും ഈ പെട്ടിയിലുണ്ട്. ഈ പെട്ടി കൊണ്ട് നിറയെ ഗുണങ്ങളുണ്ട്. പക്ഷെ ഇതുകൊണ്ട് തന്നെ നമുക്ക് സ്വർഗം ഉണ്ടാക്കാം. ഈ പെട്ടി കൊണ്ട് തന്നെ നമ്മുടെ ജീവിതവും നരകത്തിലേക്ക് കൊണ്ടുപോകാം, അനേകരുടെ ജീവിതത്തെയും നരകത്തിലേക്ക് വലിച്ചഴിക്കാം. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം ഈ കയ്യിലിരിക്കുന്ന പെട്ടിയുടെ പ്രശ്നമാണ്. കാരണം സർവ്വ പ്രശ്നങ്ങളെയും വലിച്ചു വരുത്തുന്നത് എല്ലാ തെറ്റുകളിലേക്കും, കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ, കുട്ടികളും സ്കൂളിൽ പോകുന്നവരും കോളേജിൽ പോകുന്നവരും കല്യാണം കഴിഞ്ഞവരും എല്ലാവരും, വൃദ്ധര് വരെ ഇതിന്റെ നല്ലതിലേക്കും പോകുന്നുണ്ട്, കെട്ടതിലേക്കും പോകുന്നുണ്ട്. അപ്പൊ ഇതില് നല്ലതുണ്ട്. ആ നല്ലതെടുക്കാനും ഇപ്പൊ നോക്കൂ, ഇവിടെ നിങ്ങൾക്കറിയാം സുപ്രിയ ടീച്ചർ ഇന്നിപ്പോ സിസ്റ്റർ ഇവിടെ വരാനും ഈ പ്രഭാഷണത്തിനെല്ലാം കാരണവും ഈ പെട്ടിയാണ്. കാരണം ആൾ ഈ പെട്ടി നീക്കിയപ്പോൾ ഇതില് ഓൺലൈൻ ക്ലാസ്സില് ഈ സത്സംഗം കണ്ടു, കേട്ടു, ഇഷ്ടപ്പെട്ടു. ജീവിതത്തിൽ അതുകൊണ്ട് പല നല്ലത് കിട്ടി. അപ്പൊ എന്റെ മനസ്സിൽ തോന്നി, എനിക്ക് കിട്ടിയത് എല്ലാവർക്കും കൊടുക്കണം. അതിന് കാരണം ഈ പെട്ടിയാണ്. അപ്പൊ ഈ പെട്ടിക്കുള്ളിൽ നല്ലതുകൊണ്ട് കെട്ടതുണ്ട്. തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ഇത് നീക്കുമ്പോൾ ഏതെടുക്കണം, ഏതെടുക്കണ്ട, ഇത് തീരുമാനം എടുക്കാനുള്ള ശക്തി വേണം, തിരിച്ചറിയാനുള്ള ശക്തി വേണം. അപ്പൊ നമ്മുടെ ഫോണിൽ ഒരു വാട്സപ്പോ ഒരു മെസ്സേജോ ഒരു SMS വരുമ്പോ, ഒരു കോള് വരുമ്പോ തന്നെ അല്ലേ, നിങ്ങൾക്ക് ഇത്ര ലോട്ടറി അടിച്ചു, നിങ്ങളുടെ ബാങ്കിലേക്ക് ഇത്ര പൈസ വരും, നിങ്ങൾ ആ നമ്പർ അമർത്തു, ഈ OTP തരൂ, നിങ്ങളുടെ ആധാർ കാർഡിന് നമ്പർ പറയൂ എന്ന് കേൾക്കുമ്പോഴേക്കും ചാടി ഓടി നമ്മള് ഇത്ര പൈസ കിട്ടുമോ, ഇതാണ് എന്റെ നമ്പര്. നമ്മള് ഇത് കേൾക്കുമ്പോ നമുക്ക് പൈസയോടുള്ള ആർത്തി വന്ന് ചാടി ഓടി നമ്പർ കൊടുക്കുക, ആ മെസ്സേജ് തുറന്നു നോക്കുക, അത് പറഞ്ഞതുപോലെയൊക്കെ ചെയ്യുക. ഇത് ചെയ്യണോ ചെയ്യണ്ടയോ തിരിച്ചറിയാൻ ശക്തി വേണം, തീരുമാനം എടുക്കാൻ ശക്തി വേണം. ഇത് ശരിയാണോ റോങ് ആണോ അത് റൈറ്റ് ആണോ? ഇന്നിപ്പോ നോക്കൂ, നമ്മുടെ സ്വന്തം ബന്ധുമിത്രാദികളുടെ സ്വരത്തിൽ പോലും ആൾക്കാർക്ക് നമ്മളോട് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും. അത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ പോയി വീണ് അപകടക്കുഴിയിൽ, ചതിക്കുഴിയിൽ പെടാതിരിക്കണമെങ്കിൽ നമ്മളിവിടെ ക്ലാരിറ്റി വേണം. മനസ്സ്
ക്ലീൻ ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ഇവിടെ അഴുക്കുണ്ടാക്കരുത്, ഇവിടെ ശാന്തത ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും കഴിയും. അവിടെയാണ് ജ്ഞാനം, സത്സംഗവും അതേപോലെ മെഡിറ്റേഷനും നമ്മളെ സഹായിക്കുക. അതുകൊണ്ട് നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെയാണ് ഒരു ദിവസം 3 നേരം ഭക്ഷണം, എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് എക്സർസൈസ്, അതേപോലെ എന്ത് വേണം, സത്സംഗം. ഒരു ദിവസം 1 നേരമെങ്കിലും മനസ്സിന് ഭോജനം കൊടുക്കും. എന്ത് ഭോജനം? നല്ല ചിന്തകൾ. അതിലാദ്യം നല്ല ചിന്തകൾ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ലത് കാണണം, നല്ലത് കേൾക്കണം, നല്ലത് പഠിക്കണം. നല്ലത് കാണണം, നല്ലത് കേൾക്കണം, നല്ലത് വായിക്കണം. എങ്കിൽ മാത്രമേ മനസ്സിന് നല്ല ഭക്ഷണം കിട്ടും. നല്ല ഭക്ഷണം മനസ്സിന് കൊടുത്താലേ മനസ്സ് ശാന്തമാക്കും. എന്നാലേ ടെൻഷൻ കുറയും, അശാന്തി കുറയില്ല. കാണുന്നതൊക്കെ വലിച്ചു വാരി കഴിച്ചാൽ അസുഖങ്ങളുണ്ടാവും. അതേപോലെ കാണുന്നതൊക്കെ ഫോൺ നിൽക്കുമ്പോഴൊക്കെ കാണുന്നത്, ടി വി ഓൺ ചെയ്യുമ്പോൾ റിമോട്ടിൽ ഏത് ചാനലും നമുക്ക് എടുക്കാം. ഇപ്പൊ രാത്രി കിടക്കാൻ പോണത് ന്യൂസ് കണ്ടിട്ടാണ്. എന്താ ന്യൂസിൽ കാണുക, കേൾക്കുക. അത് ന്യൂസിന്റെ ശബ്ദം കേട്ടാൽ തന്നെ മനസ്സ് ടെൻഷനാകും. അത്തരം മ്യൂസിക്കുകളാണ് ഭയപ്പെടുത്തുന്നത്. കേൾക്കുന്ന ന്യൂസുകളോ പാതി മുക്കാലും നെഗറ്റീവ്. എത്ര പോസിറ്റീവ് ഇൻഫർമേഷൻ ഉണ്ട്. അവിടെ ചത്തു, ഇവിടെ കൊന്നു, ഇവിടെ അക്രമം, ഇവിടെ തീ വെച്ചു, ഇവിടെ ആക്സിഡന്റ്, ഇവിടെ കുത്തി, ഇവിടെ എന്തൊക്കെ കേൾക്കണം. എത്ര പേര് അവരെ തട്ടിക്കൊണ്ടുപോയി, ഇവരെ ആക്രമിച്ചു, കൊലപാതകം, കൊള്ളിവെപ്പും, അക്രമങ്ങളുടെ, നീതിയുടെ കേട്ടിട്ട് നമ്മൾ രാത്രി ഉറങ്ങാൻ പോവാണ്. എങ്ങനെ ഉറക്കം വരും? ഈ കേട്ടതും കണ്ടതും തന്നെ എന്ത് ചെയ്യും? റിവെഞ്ച് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്താ പറയുക? ഉറക്കം വരുന്നില്ല. ഇത് നീക്കിക്കൊണ്ട് രാത്രി 10 മണി 12 മണി വരെ ഇരുന്നിട്ട് പിന്നെ ഉറങ്ങാൻ പോയി എങ്ങനെ ഉറക്കം വരിക? നമ്മുടെ ബുദ്ധി കൂടുതൽ, ബ്രെയിൻ കൂടുതൽ ആക്റ്റീവ് അതല്ലേ ചെയ്യണേ. എങ്ങനെ ഉറക്കം വരും? അപ്പൊ ഉറങ്ങാൻ ഒരു വിധിയുണ്ട്. ഇത് ധ്യാനം നമ്മൾ പരിശീലിക്കുന്നതിലൂടെ എങ്ങനെ കളികൾ ഉണരണം, എങ്ങനെ രാത്രി ഉറങ്ങണം, എങ്ങനെ കഴിക്കണം, എന്ത് കഴിക്കണം, A-Z കർമ്മങ്ങൾക്കുള്ള ഡയറക്ഷൻ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് സത്സംഗം നിത്യേന എന്ന് പറയാം. അത് നിങ്ങളെല്ലാവരും പ്രതിഷ്ഠാ ദിനമല്ലേ? അതുകൊണ്ട് എല്ലാവരും മനസ്സിലൊരു നല്ല സങ്കല്പം എടുക്കും. കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതും പോസിറ്റീവായിട്ടുള്ള ഭക്ഷണം ഞാൻ എനിക്ക് കൊടുക്കും. എങ്കിൽ മാത്രമേ ഈ കുട്ടിക്ക് ആരോഗ്യം ഉണ്ടാകുള്ളൂ. ഈ ശരീരത്തിന് മാത്രം ആരോഗ്യം പോരല്ലോ. ഈ ഡ്രൈവർ ഹെൽത്തി ആണെങ്കിൽ ജീവിതത്തിൽ നല്ല നിർണയങ്ങൾ, നല്ല രീതിയിൽ ഈ വണ്ടി ഓടിക്കാൻ പറ്റും. കാരണം ഈ ശരീരം ഒരു വണ്ടി മാത്രമാണ്. ഇതിനെ ഓടിക്കുന്ന ഡ്രൈവർ ആരാണ്? ഈ ആത്മാവാണ്. ഈ ഡ്രൈവർ ഹെൽത്തി ആയിട്ടിരുന്നാലേ ഈ കണ്ണുകൊണ്ട് കാണേണ്ടത് മാത്രമേ കാണുള്ളൂ, നാവ് കൊണ്ട് പറയേണ്ടത് മാത്രമേ പറയുള്ളൂ, കേൾക്കേണ്ടതേ കേൾക്കൂ, വായിക്കേണ്ടതേ വായിക്കൂ. ഇപ്രകാരം നമ്മൾ ചെയ്താൽ മാത്രമേ സുഖവും ശാന്തിയും സമാധാനവും സന്തോഷവും നമുക്കും ഉണ്ടാവുള്ളൂ. നമ്മൾ കാരണം മറ്റുള്ളവർക്കും കൊടുക്കാൻ പറ്റും. കാരണം ഞാൻ എന്താണോ കൊടുക്കുന്നത് അതല്ലേ എനിക്ക് കിട്ടണം. വിതയ്ക്കുന്നതാണ് കൊയ്യുന്നത്. എൻ്റെ ഉള്ളിൽ ശാന്തി ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ശാന്തിയുടെ വിത്തുകളെ വീട്ടിലും വിതയ്ക്കുള്ളൂ, പോകുന്നിടത്തും വിതയ്ക്കുള്ളൂ, ഓഫീസിലും വിതയ്ക്കും. ഞാൻ എവിടെ ജോലി ചെയ്യുന്നു, എൻ്റെ ഉള്ളിലുള്ള ശാന്തത എൻ്റെ എല്ലാ പ്രവൃത്തിയിലും ഉണ്ടാവും. എൻ്റെ ഉള്ളിൽ സത്യത ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും സത്യതയുണ്ടാവും. അപ്പൊ നമ്മൾ രാവിലെ മുതൽ ഇത്ര ടെൻഷൻ വെക്കേണ്ടു. ആധ്യാത്മികതയുടെ സാരം എന്താണ്? ഭഗവാൻ പറയുന്ന മക്കളെ, വിതയ്ക്കുന്നതാണ് കൊയ്യുന്നത്. നിങ്ങൾക്ക് ശാന്തി വേണോ? ശാന്തി കൊടുക്കും. സ്നേഹം വേണോ? സ്നേഹം കൊടുക്കും. മര്യാദ വേണോ? മര്യാദ കൊടുക്കും. മര്യാദ കൊടുത്താലേ മര്യാദ കിട്ടുള്ളൂ. ഞാൻ കൊടുക്കേണ്ടവർക്ക് കൊടുത്താലേ എനിക്ക് കിട്ടേണ്ടടുത്തുനിന്ന് കിട്ടുള്ളൂ. ഞാൻ എവിടെയായിരിക്കും കൊടുക്കണേ, പക്ഷെ എനിക്ക് കിട്ടുന്നത് ഇവിടെ നിന്നായിരിക്കും. പക്ഷെ ഞാൻ ഇവിടെ കൊടുക്കേണ്ടടുത്ത് കൊടുത്താലേ എനിക്ക് ഇവിടെ കിട്ടേണ്ടടുത്തുനിന്ന് കിട്ടില്ല. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ നിയമം എന്താണ്? ഞാൻ കൊടുക്കുന്നത് തോന്നുന്നത് കൊടുക്കും, പക്ഷെ എനിക്ക് കിട്ടേണ്ടതൊക്കെ എന്ത് വേണം? ഞാൻ മാങ്ങയുടെ വിത്ത് വിതയ്ക്കും, പക്ഷെ എനിക്ക് ചക്ക കിട്ടണം. കിട്ടും? മാങ്ങയുടെ വിത്ത് വിതച്ച് എന്തേ കിട്ടുള്ളൂ? മാവുമരം വളരും, മാവുമരത്തിൽ നിന്ന് മാങ്ങയും കിട്ടുള്ളൂ. എനിക്ക് ചക്ക കിട്ടണമെങ്കിൽ ഞാൻ എന്ത് വിതയ്ക്കണമായിരുന്നു? ചക്കയിൽ തന്നെ കൊണ്ടുപോയി പാകി മുളപ്പിക്കണം. അപ്പൊ എനിക്ക് സുഖം വേണം, ശാന്തി വേണം, സന്തോഷം വേണം, ആരോഗ്യം വേണം, ആയുസ് വേണം. പക്ഷെ ഞാൻ എന്തേ വിതയ്ക്കുള്ളൂ? തോന്നുന്നതേ കഴിക്കൂ, തോന്നുന്നതേ കുടിക്കൂ, തോന്നുന്നതേ പറയൂ, എനിക്ക് തോന്നുന്ന പോലെ പെരുമാറില്ല. അപ്പൊ ഇങ്ങനെ ഉണ്ടാവും.
അതുകൊണ്ട് ആധ്യാത്മിക ജ്ഞാനത്തിന്റെ ആവശ്യം അതാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന്, കുടുംബ ജീവിതത്തിലാണ് നമ്മൾ നാലാളൊരു വീട്ടിലുണ്ടാക്കുന്ന 4 മൂർത്തികളാണ്. 4 മൂർത്തികൾ ഇരിക്കുന്ന ക്ഷേത്രമാണ് ആ ഭവനം. ആ 4 മൂർത്തികൾ, 5 മൂർത്തികൾ എങ്ങനെ ഇരിക്കണം? നവഗ്രഹം പ്രതിഷ്ഠിച്ച പോലെ ആയിരിക്കണം. നവഗ്രഹ പ്രതിഷ്ഠ എങ്ങനെ വയ്ക്കുക? എങ്ങനെ വയ്ക്കുക? ഒന്നങ്ങോട്ട് ഒന്നിങ്ങോട്ട് അല്ലേ? നവഗ്രഹ പ്രതിഷ്ഠ പോലെ ഇരിക്കുന്നത് നമ്മളൊരു ഭവനത്തില്ല. അപ്പോ അത് വെറും കെട്ടിടം മാത്രമായിരിക്കും. കെട്ടിടം, ഓഫീസ് വർക്ക് പോലെ ആയിരിക്കും ഇവിടെ നടക്കുക. ഒരു ഫാക്ടറി പ്രവർത്തിക്കുന്ന പോലെ ഉണ്ടാവുള്ളൂ അവിടെ. അത് കുടുംബമാകില്ല. അത് കുടുംബമാകണമെങ്കിൽ എന്ത് വേണം? ആ 4 മൂർത്തികൾ. ഇപ്പൊ 4 മൂർത്തികളും ഇല്ലല്ലോ, മിക്കതും 2 മൂർത്തി ക്ഷേത്രങ്ങളാണ് അല്ലേ? അല്ലെങ്കിൽ 3 മൂർത്തികൾ, അത്രയൊക്കെ തന്നെയല്ലേ ഉള്ളൂ. 2 മൂർത്തി, 3 മൂർത്തി, 4 മൂർത്തി, 5 മൂർത്തികളൊക്കെ അപൂർവമാണ് അല്ലേ വീടുകളില്. അപ്പൊ യാത് 2, 3, 4 പേര് ഇനി എത്ര നാൾ ഒരുമിച്ചിരിക്കും? എത്ര നാളുണ്ടാവും? ഗ്യാരണ്ടി ഉണ്ടോ? ഗ്യാരണ്ടി ഉണ്ടോ? ഈ ഒരു ദിവസത്തിന്റെ പോലും ഗ്യാരണ്ടി ഇല്ല. ഇപ്പൊ നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട്. ഇവിടുന്ന് നമ്മൾ പുറപ്പെട്ട് നമ്മുടെ വീടെത്തിയാലേ എത്തിയെന്ന് പറയാൻ പറ്റും. എത്രയോ പേര് ഇരിക്കുമ്പോൾ കുഴഞ്ഞു വീഴുന്നു, നടക്കുമ്പോൾ കുഴഞ്ഞു വീഴുന്നു, ഓൺ ദ സ്പോട്ട് പോകണം, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോകണം. എത്രയോ നമ്മൾ കേൾക്കുന്ന ന്യൂസ് അല്ലേ? അപ്പൊ വീട്ടിലെ ഇരിക്കുന്ന 4 ആള് നമ്മൾ ഇത്രയും മനസ്സിലാക്കുക. നമ്മുടെ കൂടെയുള്ള ആള് പോയതിനു ശേഷം അയ്യോ എന്തെങ്കിലും ആള് പോയി പറഞ്ഞ് കരയുന്നതിനേക്കാളും കൂടെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുക? സന്തോഷത്തോടെ ഇരിക്കുക. കുടുംബം കൂടെ ഇരിക്കുമ്പോൾ ഇമ്പത്തോടെ സന്തോഷം കൊടുത്ത്, സ്നേഹം കൊടുത്ത്, ബഹുമാനം കൊടുത്ത്, മര്യാദ കൊടുത്ത് നമ്മൾ ജീവിച്ചെങ്കിൽ പോയതിനു ശേഷം നമുക്കത്ര സങ്കടം വരില്ല. മരിച്ചതിനുള്ള സമയത്ത് സങ്കടം കൂടുതലും, മരണത്തെക്കാൾ കൂടുതൽ സങ്കടം എന്താണ്? ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഇടപാടുകൾ ഓർമ്മിച്ചാണ് കൂടുതൽ ദുഃഖം. കാരണം 40 വർഷം ഇരുന്നു, 20 വർഷം കൂടെ ഇരുന്നു, അല്ലെങ്കിൽ 10 വർഷം ഇരുന്നു, 5 വർഷം ഇരുന്നു എന്നിരിക്കട്ടെ, അല്ലെ 5 ദിവസം ഒരുമിച്ചിരുന്നു എന്നിരിക്കട്ടെ, പക്ഷെ പരസ്പര സ്നേഹവും ബഹുമാനവും കൊടുത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തൃപ്തി ഉണ്ടാവും. ഇരുന്നപ്പോൾ നന്നായിട്ടിരുന്നല്ലോ, ഇനി എവിടെ പോയി അവിടെ നന്നായിരിക്കട്ടെ. പക്ഷെ ഇരുന്ന നാളുകളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേദനയും വിഷമങ്ങളും ദുഃഖവും കൊടുത്തിട്ട് എന്തിനു നമുക്ക് ഒരു വീട്ടിൽ ഒരാൾ കണ്ടുകൂടിയുണ്ടെന്നിരിക്കട്ടെ, ഒരു മദ്യപാനം, എത്ര പേർക്ക് വിഷമം. മരിക്കൊന്നും വേണ്ടാലും ജീവനോടെ ഇരിക്കുമ്പോ തന്നെ ഒരാൾ കണ്ടുപിടിക്കുന്നു. സമ്പാദിക്കേണ്ട, കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇഷ്ടംപോലെ അധ്വാനിക്കേണ്ട, പക്ഷെ ഒരാളുടെ മദ്യപാനം മതി. ആ കുടുംബത്തിൽ എത്ര വിഷമാണ്, ആ കുടുംബവുമായി ബന്ധപ്പെട്ട എത്ര പേർക്ക് വിഷമാണ്. അയ്യോ അവരുടെ വീട്ടിൽ നിന്ന് വഴക്കാം, കല്ലുപിടിച്ച് അവരുടെ ആരോഗ്യം ഉണ്ടാവും. രോഗത്തെ കുറിച്ചുള്ള കാരണം എന്താ? ഒരാൾ കൊടുക്കുന്ന ദുഃഖം എത്ര പേർക്ക് വേദനയാണ്. മനസ്സിനെയും ശരീരത്തെയൊക്കെ നശിപ്പിക്കുകയല്ല, എത്ര മനസ്സുകൾക്ക് ദുഃഖം കൊടുക്കുകയാണ്. അപ്പൊ ഭഗവാൻ പറയുന്ന മക്കളെ, നിങ്ങൾ ദുഃഖം കൊടുത്താൽ നിങ്ങൾക്ക് ദുഃഖം കിട്ടും. ദുഃഖിയായി മരിക്കേണ്ടി വരുമെന്നാണ് ഭഗവാൻ പറയുന്നത്. ദുഃഖം കൊടുത്താൽ മരണവും ദുഃഖത്തിലേക്ക്. അത് പറയില്ലേ, ഒരു സുഖം മരണം കിട്ടാനും ഭാഗ്യം മരണം എന്ന് പറയും. എന്റെ അർത്ഥം എന്താ? ജീവിച്ചിരിക്കുമ്പോൾ സുഖം കൊടുത്താലേ നമുക്കൊരു മരണം പോലും സുഖകരമായി കടന്നു വരണം. അതുകൊണ്ട് അമ്മായിയമ്മ പോരിനും, മരുമകൾ പോരിനും, അച്ഛൻ പോരിനും, കുടുംബനാഥ പോരിനും, നാഥം പോരിനും, ബോസ് പോരിനും ഉള്ളതല്ല നമ്മുടെ ജീവിതം. എന്തിനുള്ളതാണ്? എന്തിനുള്ളതാണ്? ഇതുവരെ ഈ ശരീരം നമുക്ക് കിട്ടിയത്, ഈ ഡ്രൈവർക്ക് ഈ വണ്ടി കിട്ടിയത്, ഈ ആത്മാവ് എത്ര നാളിതിന് 5 വയസ്സാണോ, 9 വയസ്സാണോ, 60 വയസ്സാണോ, 100 വയസ്സാണോ, എത്ര കാലം ഈ വണ്ടി നമ്മുടെ കയ്യിലുണ്ട്? ഈ വണ്ടി എന്തിനുള്ളതാണ്? ഇത് ഉപയോഗിച്ച് നല്ല ശ്രേഷ്ഠ കർമ്മങ്ങള്, നല്ലത് കാണാൻ, നല്ലത് പറയാൻ, നല്ലത് ചിന്തിക്കാൻ, നല്ലത് പ്രവർത്തിക്കാൻ, ശരീരം, മനസ്സ്, ധനം ഉപയോഗിച്ച് ശ്രേഷ്ഠ കർമ്മത്തിന്റെ വിത്ത് കളിക്കാനാണ് നമുക്ക് ഈ വണ്ടി കിട്ടിയത്. അപ്പൊ ഇരിക്കുമ്പോൾ നമ്മൾ നല്ലത് വിതച്ചാൽ പോകുമ്പോ ഈ ഡ്രൈവർ എന്താ എടുത്തിട്ട് പോവുക? ഈ ഇരുമുടി കെട്ടുകൊണ്ടാ പോകാം. ഈ ഇരുമുടി കെട്ട്, ഇത് ഇരുമുടി കെട്ട്, നല്ലതിന്റെയും കെട്ടതിന്റെയും ഇരുമുടി കെട്ടും കൊണ്ടാണ് നമ്മള് ശബരിമലയിൽ പോകാനല്ലേ പോണേ. കെട്ടും കെട്ടി അല്ലേ ശബരിമലയ്ക്ക് എന്ന് പറഞ്ഞല്ലേ പോണേ. കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോകുമ്പോലെയാണ് ജീവിതയാത്രയിലെ ഇരുമുടി കെട്ട് നമ്മുടെ എല്ലാം തലയിൽ എപ്പോഴും ഉണ്ട്. ഏതിരുമുടി കെട്ട്? ഏതിരുമുടി കെട്ട്? പ്ലസിന്റെയും മൈനസിന്റെയും, പാപത്തിന്റെയും പുണ്യത്തിന്റെയും, സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും. അപ്പൊ നമ്മൾ എന്താണോ വിതച്ചുകൊണ്ടിരിക്കുന്നത് ഇരുമുടിക്കെട്ടിൽ നിറയുക. അതാണ് നമ്മുടെ ജീവിതയാത്രയെ മുന്നോട്ട് നയിക്കുന്നത്. അല്ലാതെ അച്ഛനും അമ്മയും ഒന്നും കാരണമല്ല. എല്ലാ പ്ലസും മൈനസും ആരുണ്ടാക്കിയതാണ്? നമ്മൾ തന്നെ വിതച്ച കർമ്മങ്ങള്
നമുക്ക് അടുത്തേക്ക് വരും. കാരണം നമ്മൾ ഈ ഇരുമുടി കെട്ടും കൊണ്ടാണ് പോണത്. പോയി അടുത്ത വണ്ടിയിലേക്ക് അടുത്ത അമ്മയുടെ ഗർഭത്തിൽ പ്രവേശിക്കുമ്പോൾ ഇരുമുടി കെട്ട് അഴിക്കാൻ തുടങ്ങും. അവിടെ നിന്നുള്ള പ്ലസ് മൈനസിനനുസരിച്ചാണ് അടുത്ത ശരീരം പോലും നമുക്ക് കിട്ടണം. ഒരു നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ ശ്രേഷ്ഠകർമ്മം. അതുകൊണ്ട് ഈ ഒരു തിരിച്ചറിവോട് കൂടി നമ്മുടെ ജീവിതം ജീവിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും കുടുംബത്തിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യും? കുടുംബത്തിൽ ഇമ്പത്തോടെ ചെയ്യും അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള ഒരു ഇമ്പം നിറഞ്ഞ ജീവിതമാകട്ടെ. കുടുംബത്തിലിരിക്കെ ഇന്ന് മുതൽ അറ്റ്ലീസ്റ്റ് ഒരു 2-3 കാര്യം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് അടിവരയിടുക. ഒന്ന്, ഞാനൊരു ആത്മാവാണെന്ന ബോധം. ഞാൻ അവിനാശിയായ നശിക്കാത്ത ഊർജമാണ്. ദേഹമേ നശിക്കും. എൻ്റെ കൂടെയുള്ള എല്ലാവരും അവിനാശിയോ. അതിനാണ് നമ്മളിവിടെ ചന്ദനവും പൊട്ടൊക്കെ വെക്കണം. എല്ലാ ആത്മചൈതന്യം ഇവിടെ കൂടെയുള്ള ആരെ കണ്ടാലും, അത് അമ്മയാണെങ്കിലും മോനാണെങ്കിലും വീട്ടിൽ ആരെങ്കിലും തൊട്ടടുത്തുള്ളവരാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും മുസൽമാനാണെങ്കിലും ഹിന്ദു, ഏത് ജാതി മതമാകട്ടെ, ഏത് നിറാകട്ടെ, ഏത് പ്രായമാകട്ടെ, എല്ലാ ശരീരത്തിലും ആരായിരിക്കണം? ഒരു ആത്മചൈതന്യം. അതുകൊണ്ട് ആരെ നോക്കുമ്പോഴും എന്ത് ചെയ്യുക? മുഖത്ത് നോക്കണം. നമ്മളോട് കണ്ടത്രയില്ലേ? മുഖത്ത് നോക്കി സംസാരിക്കണം. ആരെ മുഖത്തിരിക്കണം? ആത്മചൈതന്യം. മോനെ കണ്ടാലും മരുമോനെ കണ്ടാലും, മോളെ കണ്ടാലും മരുമോളെ കണ്ടാലും എന്ത് ഓർമ്മ വേണം? എല്ലാം ഒരു ആത്മസ്വരൂപങ്ങളാണ്. എല്ലാ ആത്മസ്വരൂപങ്ങളും പരമാത്മാവിൻ്റെ മക്കളാണ്. ഈ ഓർമ്മ വന്ന് നമ്മൾ അനാവശ്യമായ ഒരു പോലിനും ചന്തയ്ക്കും. കാരണം ആ പരമ്പൊരുളിൻ്റെ ഓർമ്മയ്ക്ക് നമ്മൾ ഈ ദീപം കൊളുത്തണം. നമ്മളൊരു ആത്മദീപമാണ്. പരമാത്മാ നമ്മളെ പോലെ പരമദീപമാണ്, പരമപ്രകാശമാണ്. ആ പരമാത്മ പിതാവിന്റെ മക്കളാണ് നമ്മള്. അച്ഛൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ആത്മാക്കള് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഭഗവാനെ പോലെ സത്യവും ശിവവും സുന്ദരമായിട്ട് നമ്മളെല്ലാം വന്നു. നന്മകളോട് കൂടി വന്നവരാ. ശരീരം എടുത്ത് ജനന മരണ ചക്രത്തില് പെട്ടിട്ട് എന്തായി? ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞു. ഇപ്പൊ ഭഗവാൻ വന്നിട്ട് പറയണ, മക്കളെ നിങ്ങളുടെ ചാർജ് പോയി, വീട്ടിൽ റീചാർജ് ചെയ്യൂ. നിങ്ങളെ റീചാർജ് ചെയ്യാൻ നിങ്ങൾ എന്നോടൊപ്പം റീകണക്ട് ആവും. നിങ്ങൾ ഡിസ്കണക്ട് ആയിപ്പോയി. ആരുടെ അടുത്തുനിന്ന്? പവർ ഹൗസിന്റെ അടുത്ത്, ഭഗവാന്റെ അടുത്തുനിന്ന് ഡിസ്കണക്ട് ആയി. നമ്മൾ തമ്മിൽ കണക്ട് ആയി. പക്ഷെ നമ്മൾ ബാറ്ററി അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ആയിട്ട് ചാർജ് കൊടുക്കാൻ പറ്റും. കാരണം എല്ലാ ബാറ്ററികളും ഡിസ്ചാർജ് ചെയ്ത അവസ്ഥ. എന്നിട്ട് നമ്മൾ വൈഫ് തരണം, ഹസ്ബൻഡ് തരണം, അമ്മ തരണം, അമ്മായിമ്മ തരണം, എല്ലാവർക്കും സ്നേഹം വേണം, ബഹുമാനം വേണം എന്ന് പറഞ്ഞ് നമ്മൾ വിഷക്കാരെ പോലെ കഴിഞ്ഞിട്ടാണ്. പക്ഷെ കൊടുക്കാൻ ആർക്കെങ്കിലും വേണ്ടേ? കൊടുക്കണമെങ്കിൽ ചാർജ് വേണം. ചാർജ് ആരുടെയിലേ ഉള്ളൂ? പവർ ഹൗസിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. ജനന മരണ ചക്രത്തിൽ വരാതെ സാക്ഷിയായിട്ട് നാടകശാലയിൽ മക്കളുടെ നാടകമൊക്കെ കണ്ടുകൊണ്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. ആരാണ്? പരമേശ്വരൻ. ആ പരമേശ്വരന്റെ മക്കളാണ് നമ്മളെല്ലാം. ആ പരംപിത പരമാത്മാ, ആ പരമ്പൊരുള് ഭഗവാൻ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഭഗവാൻ വന്നിട്ട് ഒരു ജ്ഞാനയജ്ഞം ആരംഭിച്ചിട്ടുണ്ട്. ഭഗവാൻ ഭൂമിയിൽ വന്ന് ആരംഭിച്ച ജ്ഞാനയജ്ഞമാണ് ബ്രഹ്മകുമാരി ഈശ്വരീ വിശ്വവിദ്യാലയം എന്ന് അറിയപ്പെടുന്നത്. ഭഗവാൻ സ്വയം വന്ന് നമ്മളെ ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ രാജയോഗം എന്ന സർവശ്രേഷ്ഠ വിദ്യ പഠിപ്പിക്കുകയാണ്. ആത്മബോധത്തിലിരുന്നുകൊണ്ട് പരമാത്മാവിനെ ഓർമ്മിക്കാനും കുടുംബത്തിലിരുന്നുകൊണ്ട് ഇമ്പമുള്ള ഒരു ജീവിതം ജീവിക്കാൻ, നരന് നാരായണനെ പോലെ, നരി ലക്ഷ്മിയെ പോലെ പരസ്പരം സ്നേഹത്തോടെ ബഹുമാനത്തോടെ ജീവിക്കാനുള്ള ഒരു കരുത്ത്, അതിനുള്ളൊരു ജ്ഞാനം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ബ്രഹ്മകുമാരീസിന്റെ എല്ലാ സേവാ കേന്ദ്രങ്ങളിലും രാജയോഗത്തിന്റെ ഈ വിദ്യ പരമസദ്ഗുരു പരമാത്മാ പിതാവെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും സമീപത്തുള്ള രാജയോഗ മെഡിറ്റേഷൻ സെന്ററിൽ പോകാം. ഇവിടെ തിരുവല്ലാമലയിലും ഒരു ചെറിയ ശാഖ നമ്മുടെയുണ്ട്. മുഖ്യ സേവാ കേന്ദ്രം ഒറ്റപ്പാലത്തുണ്ട്. ബാക്കി പാലക്കാടുണ്ട്. സിസ്റ്റർ പാലക്കാട് നിന്നാണ് വന്നത്. നിങ്ങൾക്ക് എവിടെയാണോ സൗകര്യം അവിടെ പോയി. ഇവിടെ ഒരു 7 ദിവസത്തെ പ്രാഥമിക പാഠങ്ങളുണ്ട്. ധ്യാനം പരിശീലിക്കാൻ. ധ്യാനം നിങ്ങൾ തീർച്ചയായും പഠിക്കും. നിങ്ങൾ പഠിക്കൂ, നിങ്ങളുടെ മക്കളെയും പേരമക്കളെയും പഠിപ്പിച്ചോളൂ. കാരണം ഈ കലികാലത്തെ അതിജീവിക്കാൻ നമുക്ക് വേറെ മാർഗമില്ല. മനഃശക്തി ഇല്ലെങ്കിൽ നമ്മളൊക്കെ തകർന്നു പോകും. അങ്ങനെയുള്ള സാഹചര്യമാണ് മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കുട്ടികളെ, യുവതലമുറയെ നമ്മുടെ ജ്ഞാനമാർഗത്തിലും ധ്യാനമാർഗത്തിലൂടെയും നയിച്ചുള്ളൂ.
ബാക്കി നമ്മൾ അവർക്ക് എന്തെല്ലാം പകർന്ന് വാങ്ങിച്ചു കൊടുത്താലും അവരെ സംരക്ഷിക്കാനുള്ള ഏകമാത്ര കവചം നിത്യസത്സംഗം മാത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം നമ്മൾ എവിടേക്ക് പോകണോ അവരും ആ വഴിക്കാണ് നീങ്ങുന്നത്. അത് നിങ്ങൾ മുതിർന്നവർ നമ്മൾ ആ മാർഗത്തെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇനിയുള്ള കലികാലത്തിന്റെ അവശേഷിക്കുന്ന നാളുകളെ നമുക്ക് അതീവ ഘോരമായ കലിയുഗത്തിന്റെ നാളുകളാണ് നമ്മുടെ മുന്നിൽ ബാക്കി നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ റിയലൈസ് ചെയ്യൂ. ഭഗവാൻ പറയുന്ന മക്കളെ തിരിച്ചറിയൂ. ഇനിയുള്ള കാലഘട്ടത്തിൽ ബാക്കിയെല്ലാം നമ്മൾ പരീക്ഷിച്ച് നോക്കിയില്ലേ? എന്താ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാത്ത? എല്ലാം വാങ്ങിച്ചു കൊടുത്തില്ലേ നമ്മുടെ മക്കൾക്കും പേരമക്കൾക്കും എല്ലാം? എന്നിട്ടും ഡേ ബൈ ഡേ താഴേക്ക് 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. മനോസ്ഥിതി താഴെ പോവാ. കാരണം വേണ്ടത് മാത്രം നമ്മളും എടുത്തില്ല, നമ്മൾ കൊടുക്കുന്നില്ല. അതാണ് നമ്മുടെ പൂർവികർ നമുക്ക് കാണിച്ചു തന്ന ആധ്യാത്മിക മാർഗം. നമ്മുടെ ഭാരതത്തിന്റെ സംസ്കൃതി അതാണ്. ആധ്യാത്മികതയാണ് ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷനിൽ വേണം ബിൽഡിങ് ഉയരാൻ. അതുകൊണ്ട് ഇന്നത്തെ സുദിനത്തിന് പ്രതിഷ്ഠാ ദിനമാണ്. നമ്മുടെ മനസ്സിൽ നല്ല സങ്കല്പം എടുക്കും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ ആധ്യാത്മികതയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഫൗണ്ടേഷനിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ ഭൗതിക ജീവിതം ജീവിക്കും. ആ മാർഗം നമ്മുടെ മക്കൾക്കും പേരമക്കൾക്കും കാണിച്ചു കൊടുക്കും. അതാണ് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠ സംസ്കാരത്തിന്റെ സമ്പത്ത്. ആ സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ വരുന്ന തലമുറകൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റൂ. നിങ്ങൾ ജ്ഞാനമാർഗത്തെ സ്വന്തമാക്കൂ. ക്ഷേത്രങ്ങളോടും കുടുംബ ഇതുപോലെ നോക്കൂ. നിങ്ങൾക്ക് ഇവിടെ ഒരു സത്സംഗം വെക്കണം, നിങ്ങളെല്ലാവരും വന്ന് കേൾക്കണം. മക്കളും പേരമക്കളും സഹിതം വന്നില്ലേ? ഇതുപോലെ വീട്ടിലുള്ള ഓരോ വിശേഷങ്ങളും സത്സംഗ വേദികളാക്കി മാറ്റും. സത്സംഗ വേദികളാക്കി മാറ്റും. ഇതാണെന്ന് നമുക്ക് എല്ലാവർക്കും കൊടുക്കാവുന്ന ഏറ്റവും വലിയ സദ്യ. ബാക്കി സദ്യക്കുന്ന കഷ്ടമില്ലല്ലോ. പണ്ടൊക്കെ ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു അന്നദാനം അല്ലേ. ഇന്ന് വിദ്യാദനമാണ് സർവദാനം പ്രധാനം. ജ്ഞാനത്തിന്റെ അഭാവം കൊണ്ടാണ്, തിരിച്ചറിവിന്റെ വെളിച്ചമില്ലാത്തത് കൊണ്ടാണ്, മനഃശക്തി ഇല്ലാത്തത് കൊണ്ടാണ് തെറ്റുകളുടെ മേലെ തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജ്ഞാനദാനം ചെയ്യുന്ന അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. എവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടാവുന്ന നല്ല കാര്യങ്ങൾ കേൾക്കൂ, പഠിക്കൂ, നിത്യസത്സംഗികളായി മാറൂ. ഒരു ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും ജ്ഞാനം ആർജിക്കാൻ മാറ്റി. 24 മണിക്കൂർ നമ്മുടെ എല്ലാം കയ്യിലല്ലേ? ഇനി നിങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റില്ല ശാരീരികമായിട്ട്. കയ്യിലുണ്ടല്ലോ, ഫോണിൽ തന്നെ എത്ര നല്ല നല്ല സത്സംഗങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. ജോലികൾ ചെയ്യുമ്പോൾ നല്ല സത്സംഗം വെച്ചുകൊണ്ട് കേട്ടുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യും. അപ്പൊ വീടിന്റെ അറ്റ്മോസ്ഫിയർ എത്ര നല്ല വൈബ്രേഷൻ എന്നറിയും. എത്ര നല്ല കാര്യങ്ങൾ ഒരു വാക്കെങ്കിലും ഉള്ളിൽ പോയാൽ ആ ഭോജനത്തിന് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഏവർക്കും അങ്ങനെ കഴിയട്ടെ. തിരുവല്ലാമലയിൽ നമ്മുടെ ബ്രാഞ്ചുണ്ട്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഒറ്റക്കാലത്ത് മുഖ്യ സേവാ കേന്ദ്രമുണ്ട്. എല്ലാ ആഴ്ചയിലും തിങ്കൾ മുതൽ ഞായർ വരെ ഒരാഴ്ച ഒരു ദിവസം 1 മണിക്കൂർ, അങ്ങനെ 7 നാൾ 7 മണിക്കൂർ. നിങ്ങൾക്ക് എപ്പോൾ വേണോ, രാവിലെ ഉച്ചയ്ക്കോ വൈകിട്ടോ കുടുംബസമേതം പോകാം. അല്ല ഇതുപോലെ നിങ്ങൾ ഒരു 7 ദിവസത്തെ സത്സംഗം ഇതുപോലെ കൂടുകയാണെങ്കിൽ ഇതുപോലെ ആശ്രമത്തിൽ നിന്ന് ആരെങ്കിലും സഹോദരിമാരോ സഹോദരന്മാരോ വന്ന് നിങ്ങൾക്ക് ഇവിടെ തന്നെ ധ്യാന പരിശീലന ക്ലാസ്സുകൾ എടുത്തു തരും. എല്ലാ ഈശ്വരീയ സേവനങ്ങളും സൗജന്യമായിട്ടാണ് ചെയ്യണത്. ഇനി ഇതുപോലെ തന്നെ നേരിട്ട് സത്സംഗം കേൾക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ളവർക്ക് ഓൺലൈനിൽ നമ്മളിതിൻ്റെ സേവനങ്ങൾ നൽകുന്നുണ്ട്. ഏറ്റവും നല്ലത് നേരിട്ട് പോയി കേൾക്കുന്നതാണ്. നമുക്ക് ഡെയിലി പോകാൻ പറ്റിയില്ലെങ്കിലും ആദ്യത്തെ 7 ദിവസത്തെ പാഠം പഠിച്ച് ധ്യാനം പരിശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ 1 ദിവസമെങ്കിലും പോയിട്ട് ക്ലാസ് കേൾക്കുകയും ധ്യാനം പരിശീലിക്കും. കാരണം ഒരു സത്സംഗം നമുക്ക് എല്ലാവർക്കും വേണം. സത്സംഗികളുടെ ഒരു കൂട്ടായ്മ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. അതിലൂടെ നമുക്ക് അനേക അപകടങ്ങളിൽ നിന്നുള്ള സുരക്ഷാ കവചം ഉണ്ടാകും. അത് നിങ്ങൾ സ്വയം ഈ സുരക്ഷാ കവചം ഉണ്ടാക്കൂ, കൂടെയുള്ളവർക്കും ഈ സുരക്ഷാ കവചം നൽകൂ. അങ്ങനെ നമ്മുടെ വീടിൻ്റെയും നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും നമ്മുടെ വീടുകളുടെയും അന്തരീക്ഷം ഒരു സ്വർഗീയ അന്തരീക്ഷമായി മാറട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് കഴിയട്ടെ. അങ്ങനെയുള്ള ഒരു ശ്രേഷ്ഠ ജീവിതത്തിനൊരു ടേണിംഗ് പോയിന്റ് ആകട്ടെ ഇന്നത്തെ ഈ സത്സംഗം. ഇവിടെയും നിങ്ങൾക്ക് പ്രോഗ്രാമിന് ശേഷം ടീച്ചർ പറയുന്നുണ്ടാവും. നിങ്ങൾക്ക് സമീപ കേന്ദ്രങ്ങളിലും പോകാം. ഇല്ല ഓൺലൈനിൽ കേൾക്കാൻ സൗകര്യമുള്ളവർക്ക് കഴിയുന്നവർക്കതും അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക്
നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും പക്ഷെ നിങ്ങൾ നിത്യ സത്സംഗികളാക്കണമെന്ന ലക്ഷ്യം. ധ്യാനം ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം. ഓം ശാന്തി. നമുക്ക് ധ്യാനം ചെയ്ത് പൂർത്തിയാക്കാം. നിവർന്നിരിക്കാം, സ്വസ്ഥമായിരിക്കാം. ശ്രദ്ധ ശരീരത്തിൽ നിന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാൻ. ഇരുപുരികങ്ങളുടെ മധ്യത്തിലേക്ക് പൊട്ടുവയ്ക്കുന്ന ഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരും. ശിരസിനുള്ളിൽ ദീപം പോലെ പ്രകാശിക്കുന്ന ആത്മജ്യോതിയാണ് ഞാൻ. ശരീരമാകുന്ന വിളക്കിൽ പ്രകാശിക്കുന്ന ആത്മദീപം. ശാന്തമായൊരു വെളിച്ചമാണ് ഞാൻ. ബൾബ് പോലെ പ്രകാശിക്കുന്ന ആത്മാവിനുള്ളിൽ ശാന്തിയുടെ വെളിച്ചമാണ് ഒഴുകുന്നത്. ശിരസിനുള്ളിൽ ഒരു മിനാമിന പോലെ പ്രകാശിക്കുന്നു. വജ്രം പോലെ തിളങ്ങുന്ന ആനന്ദ സ്വരൂപമാണ് ഞാൻ. ഞാനാണ് സത്യം, ഞാനാണ് നിത്യം. ഇതെന്റെ ശരീരമാണ്. ശരീരമാകുന്ന വസ്ത്രത്തിനുള്ളിൽ ആത്മാവാകുന്ന ചൈതന്യമായ ഞാൻ ദേഹമാകുന്ന വസ്ത്രം ഉപയോഗിച്ച് ഭൂമിയാകുന്ന നാടകശാലയിൽ നാടകത്തിലേക്ക് സ്ത്രീ പുരുഷ വേഷമിട്ട് നാടകം കളിക്കുന്ന ഞാൻ ദിവ്യമായൊരു പ്രകാശമാണ്. ആത്മാവാകുന്ന വെളിച്ചമാണ്. ആത്മാവായി ഞാൻ അവിനാശിയാണ്, അമരനാണ്. എനിക്ക് നാശവുമില്ല, മരണവുമില്ല. എൻ്റെ ആരും തന്നെ മരിച്ചിട്ടുമില്ല. ആര് പോയിട്ടുണ്ടോ അവരെല്ലാം ജനിച്ചിട്ടുണ്ട്. ഞാൻ ശാന്തസ്വരൂപമാണ്. ശാന്തിയുടെ പ്രകാശമാണ്. ശാന്തമായ വെളിച്ചമൊഴുകി മനസ്സ് നിറഞ്ഞ് മനസ്സിൽ നിന്ന് വെളിച്ചം ജ്യോതിസ് പോലെ പ്രകാശപ്രകമ്പനങ്ങൾ ശിരസിലാകെ നിറഞ്ഞ് ശിരസ് മുഴുവൻ ശാന്തിയുടെ ശീതളമായ പ്രകാശം നിറഞ്ഞ് മനസ്സും ശരീരവും ശാന്തമാക്കുകയാണ്. ശാന്തിയുടെ ഒരു പ്രകാശ ഗോപുരമായി തീർന്നിരിക്കുകയാണ് ഞാൻ. ശാന്തമായ മനസ്സോടുകൂടി ഭഗവാന്റെ അടുത്തേക്ക് ശാന്തിയുടെ കടലായ സർവേശ്വരന്റെ പരമ്പൊരുളിനരികിലേക്ക്
ഈശ്വര സന്നിധാനത്തിലേക്ക് യാത്രയാക്കുകയാണ് ഞാൻ. ശബ്ദത്തിൻ്റെ ലോകത്തിനുപരി നിശബ്ദതയുടെ ലോകം, ബ്രഹ്മാണ്ടത്തിൻ്റെ നിറകിൽ സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾക്ക് മകളെ പരമേശ്വര സന്നിധാനത്തിൽ കാവ്യനിറമാർന്ന ബ്രഹ്മാണ്ടത്തിൻ്റെ നിറകിലാണ് ഈശ്വര സന്നിധാനത്തിലാണ്, ഭഗവാന്റെ അരികിലാണ്. പരിപൂർണ നിശബ്ദത, എവിടെയും സുവർണ പ്രകാശം. സൂര്യോദയ സമയത്തെ അരുണവർണ്ണം പരമ്പൊരുൾ, പരംപിത, പരമാത്മാ, പരമചൈതന്യം, സത്യം, ശിവം, സുന്ദരം. ഭഗവാന്റെ സത്യസ്വരൂപം, സുന്ദരരൂപം, ആ തിരുജ്യോതി സ്വരൂപം ദർശിച്ച് ഭഗവാന്റെ മടിത്തത്തിൽ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ എല്ലാം മറന്ന് പരിപൂർണ സമാധാനത്തോടെ ശാന്തിയുടെ കടലിൽ മുങ്ങി താഴുകയാണ് ഞാൻ. ശാന്തമായ എൻ്റെ മനസ്സിൽ ഈശ്വരീയ ശക്തിയുടെ കരണ്ട് നിറയുകയാണ്. പരമാത്മശക്തി ബാറ്ററി ചാർജ് ആകുമ്പോഴേ ഈശ്വരീയ ശക്തിയുടെ കരണ്ട് എൻ്റെ മനസ്സിന് നൽകുന്ന കരുത്ത്. സർവശക്തിമാന്റെ 1000 കൈകൾ പോലെ കരുത്ത് എനിക്ക് നൽകുന്ന ബലം, കരണ്ട്. എല്ലാ ദുഃഖങ്ങളും മറന്ന് മനക്കരുത്തോടെ നേരിടാനുള്ള ശക്തി എനിക്ക് ലഭിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കല്ലെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ്. സർവശക്തിമാനന്റെ എൻ്റെ കൂട്ടുകാരനാണ്. ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്. ഭഗവത് ശക്തിയാണ് എൻ്റെ കരുത്തെന്ന് കവചമെന്ന് തിരിച്ചറിയുകയാണ് ഞാൻ. ജീവിതത്തിലെ ഏത് സാഹചര്യത്തെയും അതിജീവിക്കാൻ, നേരിടാൻ, ജയിക്കാനുള്ള മനോബലം എനിക്കുണ്ട്. ഈശ്വരീയ ശക്തിയുടെ പ്രത്യേകത ഞാൻ എൻ്റെ കർമ്മക്ഷേത്രത്തിലേക്ക് മനക്കരുത്തോടെ സർവശക്തിമാൻ കൂട്ടുകാരനായ ഭഗവാന്റെ കൂട്ടുകെട്ടിലിരുന്നുകൊണ്ട്
ജീവിതയാത്രയിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ വണ്ടി കണ്ടുകൊണ്ട് ഡ്രൈവിംഗ് ഞാൻ ചെയ്യും. ഈശ്വരീയ ശക്തിയുടെ കുടക്കീഴിൽ ഞാനും സുരക്ഷിതരാണ്. സർവരും സുരക്ഷിതരാണ്. പ്രതിഷ്ഠാ ദിനമായ ഇന്ന് സർവേശ്വര ചേതനയും മനസ്സിലും ശരീരത്തിലും നിറഞ്ഞ് സർവാത്മാക്കളിലും നിറഞ്ഞ് ഈശ്വര ചൈതന്യം കൊണ്ട് നിറഞ്ഞ് ഈ അന്തരീക്ഷത്തിൽ നിന്ന് സത്സംഗത്തിലിരിക്കുന്ന സർവരുടെയും ശിരസിന് മുകളിൽ പരമാത്മശക്തി, പരമാത്മ ചൈതന്യം കുട പോലെ ഈശ്വരീയ കുടക്കീഴിൽ ഞാൻ കുടുംബങ്ങളും സർവബന്ധമിത്രാദികളും ഈശ്വര ചൈതന്യത്തിൽ അനുഗ്രഹീതരാണ്. ഈ ഭഗവത് ചൈതന്യം ഈ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലേക്കും കുടുംബങ്ങളിൽ നിന്ന് കുടുംബങ്ങളിലേക്ക് സർവശക്തിവാന്റെ കൂടെ വലുതായി വലുതായി ഈ നാടിനോളം വലുതായി സർവാത്മാക്കളും ഭഗവാന്റെ കൂടെ കീഴിൽ സദാ സുരക്ഷിതരായിരിക്കട്ടെ, സദാ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ, സദാ സമാധാനത്തോടെ ഇരിക്കട്ടെ. സർവ്വർക്കും മംഗളം ഉണ്ടാകട്ടെ. സർവ്വർക്കും മംഗളം. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എന്ന ഈ സത്സംഗത്തിന് ധന്യനിമിഷങ്ങൾ സമ്മാനിച്ച ബ്രഹ്മകുമാരി മീന ബഹൻജിക്കും മറ്റംഗങ്ങൾക്കും നന്ദി അറിയിക്കുവാനായി സുപ്രിയ വിനോദിനെ ക്ഷണിക്കുന്നു. ഓം ശാന്തി. ആദ്യമായി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എൻ്റെ ഹൃദ്യമായ നമസ്കാരം. ഈ സത്സംഗത്തിന് എന്നെ നിമിത്തമാക്കിയ ഭഗവാന് ആദ്യമായി കോടി പ്രണാമവും സ്നേഹവും അറിയിക്കുന്നു. ആത്മീയത കുടുംബജീവിതത്തിൽ എന്ന ഈ സത്സംഗത്തിന് ധന്യ നിമിഷങ്ങൾ സമ്മാനിച്ച് ഒരു കുടുംബത്തില് പരസ്പരം സ്നേഹവും കരുതലുമാണ് കുടുംബത്തിലെ ആത്മീയത. എല്ലാവരുമായും ചേർന്ന് പോകാനും എല്ലാവരെയും ഉൾക്കൊണ്ട് ചേർത്ത് കൊണ്ടുപോകാനും കഴിയുന്നതാണ് കുടുംബത്തിലെ ആത്മീയത. നല്ല സത്സംഗങ്ങളും ആധ്യാത്മിക ജ്ഞാനവും ഒരു നമ്മുടെ മനസ്സിന് എങ്ങനെ ശുദ്ധഭോജനമായി നൽകും, നമ്മുടെ കുടുംബങ്ങൾക്ക് എങ്ങനെ അത് പ്രാധാന്യമുള്ളതാണ് എന്ന ഈ ധന്യ നിമിഷങ്ങളിലൂടെ നമുക്ക് നമ്മളെ ബോധവാന്മാരാക്കിയ ബ്രഹ്മകുമാരി മീന ബഹൻജിക്ക് ഞങ്ങളുടെ ഏവരുടെയും ഹൃദ്യമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ സത്സംഗത്തിൽ ഈ ധന്യ നിമിഷങ്ങൾ സമ്മാനിച്ച ഇതിൽ പങ്കെടുത്ത എല്ലാ കുടുംബാംഗങ്ങൾക്കും വിശിഷ്ട വ്യക്തികൾക്കും നിങ്ങൾ എൻ്റെ പേരിൽ സ്നേഹമായ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇതിന് ലൈറ്റ് ആൻഡ് സൗണ്ട് അറേഞ്ച് ചെയ്തെന്ന റിഥം ഗ്രൂപ്പിനും
നമുക്ക് ഭക്ഷണം തയ്യാറാക്കി തന്ന മണിയേട്ടനും കുടുംബത്തിനും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അതുപോലെ മനസ്സ വാച കർമ്മണ ഈ സത്സംഗത്തിന് സഹയോഗം നൽകിയ എല്ലാ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഓരോ ആത്മാക്കൾക്കും ഞങ്ങളുടെ സ്നേഹം അറിയിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. രാജയോഗ ധ്യാനം നമ്മളുടെ മനസ്സിലുള്ള ഒരു ശുദ്ധഭോജനമാണ്. ആധ്യാത്മിക ജ്ഞാനവും സത്സംഗവും നമ്മുടെ കുടുംബങ്ങൾക്കുള്ള ഒരു ശുദ്ധഭോജനമാണ്. നമുക്ക് സിസ്റ്റർ പറഞ്ഞ പോലെ പലതരത്തിലും പല കാര്യങ്ങളും നമുക്ക് പല സ്ഥലത്തു നിന്നും കിട്ടും. പക്ഷെ നല്ലത് ഉൾക്കൊള്ളാനും വേണ്ടടുത്ത് അത് പ്രയോഗിക്കാനും ആവശ്യമില്ലാത്തതിന് ഉൾവെളിയാനും എല്ലാം ഈ ആധ്യാത്മിക ജ്ഞാനം നമ്മളെ സഹായിക്കും. രാജയോഗ ധ്യാനം നമുക്ക് 2 രീതിയിൽ പഠിക്കാം. ഓൺലൈനായിട്ടുള്ള കോഴ്സുകളുണ്ട്, പിന്നെ നമ്മുടെ അടുത്തുള്ള സെന്റർ ഉണ്ട്. ജ്യോതിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെന്റർ ഉണ്ട്. അവിടെ ആത്മീയത കുടുംബജീവിതത്തിൽ നിന്ന് സിസ്റ്റർ പറഞ്ഞ പോലെ നമ്മുടെ വിവാഹിതരായിട്ടുള്ള ഒരു ബ്രദറും വൈഫുമാണ് ആ സെന്റർ നടത്തുന്നത്. അപ്പോൾ നമുക്കൊരു ഉത്തമ ഉദാഹരണമാണ് എങ്ങനെയാണ് ആത്മീയത കുടുംബജീവിതത്തിൽ നിന്ന് പ്രാവർത്തികമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ആ ഒരു കുടുംബത്തെ. അപ്പോൾ നമുക്ക് നേരിട്ടിട്ട് അവിടേക്ക് പോവാം. നമ്മുടെ മല്ലേശ്വരമംഗലം റോഡിൽ ട്രെൻസിനോട് ചേർന്നിട്ട് റൈറ്റ് സൈഡിലാണ് ആ ഒരു കുടുംബം ഇരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇനി പോകാൻ കഴിയാത്തവർക്ക് എല്ലാവർക്കും അത് നമുക്ക് സമയവും സന്ദർഭമായിട്ട് നമുക്ക് കഴിയുമെന്ന് തോന്നാത്തവർക്ക് നമുക്ക് ഓൺലൈനിലൂടെ സിസ്റ്ററുടെ ക്ലാസ്സുകൾ വരുന്നുണ്ട്. ഞാൻ അതാണ് 2 വർഷം മുന്നേ കോഴ്സ് ചെയ്ത ആളാണ്. 2 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് എനിക്ക് ഈ ഒരു ധന്യനിമിഷങ്ങൾക്ക് ഇതിനൊരു അവസരം കിട്ടിയത്. അതിനു മുന്നേ കുറെ വർഷം ഇതുപോലെ സത്സംഗങ്ങൾ നമ്മൾ കേൾക്കും. പക്ഷെ കേട്ട് കഴിഞ്ഞാൽ നമ്മളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ അതിനൊരു പഠനം തന്നെ ആവശ്യമാണ്. നമ്മൾ പറയും ആ സത്സംഗല്ലേ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, പക്ഷെ ആ കേൾക്കുന്നത് നമ്മൾക്ക് എന്തൊക്കെ ധാരണയിൽ നമ്മൾ ഉൾക്കൊള്ളണമെന്നും അതെങ്ങനെ പ്രാവർത്തികമാക്കണമെന്നും നമ്മൾ പഠിക്കുമ്പോൾ നിരന്തരമായ പഠനങ്ങളിലൂടെ മാത്രമേ നമുക്കത് സാധിക്കുള്ളൂ. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയാണ് ഇന്നത്തെ കാലത്തുള്ള ഈ ഒരു നമ്മൾക്കുള്ള ദുഃഖങ്ങൾ, മനസ്സിനുള്ള വിഷമങ്ങൾ എങ്ങനെ ചിന്തിക്കണം, ചിന്തിക്കുന്നത് എങ്ങനെ ചിന്തിക്കണം എന്നും കൂടി പഠിപ്പിക്കുന്ന ഒരു ധ്യാനമാണ് രാജയോഗ ധ്യാനം. അപ്പോ നമുക്ക് എല്ലാവർക്കും ആ രാജയോഗ ധ്യാനത്തിന്റെ അനുഭവം എടുക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. സിസ്റ്ററുടെ മീനാബഹൻ നമുക്കുള്ള ഒരു പ്രസാദവും ഒരു വരദാന കാർഡും ഭഗവാന്റെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരായി വന്നിട്ട് അത് വാങ്ങിക്കണം. അതിനുശേഷം നമുക്ക് ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് പോവാം. പിന്നെ ഇവിടെ നമ്മൾ വാട്സപ്പിലൂടെ നമുക്ക് പീസ് ഓഫ് മൈൻഡ് തിരുവില്ലാമല എന്നുള്ള ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അതിൽ ഒരു നമ്പർ എൻ്റെ നമ്പറാണ്. അപ്പൊ രാജയോഗ ധ്യാനം പഠിക്കണം എന്ന് അത്രയും ആഗ്രഹം. കാരണം സിസ്റ്ററുടെ ഒരു സ്പീച്ചിൽ പറയണ്ടായി, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ആലോചിക്കുക. എത്ര ചീത്തകാര്യം ചെയ്യാനും നമ്മൾ പെട്ടെന്ന് എടുത്തിട്ടാണ്. പക്ഷെ നല്ല തീരുമാനം അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടാവും, അവർക്ക് എന്തെങ്കിലും ഇതിലൊരു ഇതുണ്ടാവും, എന്തെങ്കിലും ഇല്ലാണ്ട് അവരിതിങ്ങനെ ചെയ്യാം. പക്ഷെ തികച്ചും സൗജന്യമായിട്ടാണ് നമുക്ക് ഈ കാര്യങ്ങൾ കിട്ടുന്നത്. എനിക്ക് കിട്ടിയ ഒരു മനസ്സന്തോഷവും സുഖവും എല്ലാം നിങ്ങൾക്കും എല്ലാവർക്കും കിട്ടണം എന്നുള്ള ഒരു ഇതില് വെച്ചതാണ് ഈ സത്സംഗം. അപ്പൊ അത് കുറച്ചും കൂടി കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് രാജയോഗ ധ്യാനം പഠിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ഈ സത്സംഗം കൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടാവുള്ളൂ. ഇതൊരു കേട്ടിട്ട് പോവലല്ല, ഇത് നമുക്ക് തുടർന്നിട്ട് സിസ്റ്റർ പറഞ്ഞില്ലേ നമുക്ക് ഒന്നുമില്ലെങ്കിൽ അവിടെ പോയിട്ട് പഠിക്കാം. പിന്നെ ഒറ്റപ്പാലത്തെ സുഖശാന്തി ഭവൻ എന്നുള്ള ഒരു സെന്റർ ഉണ്ട് തോട്ടക്കര. ഞാൻ ഇവിടെ തിരുവില്ലാമലുള്ളത് അടുത്താണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അവിടെ അതുപോലെ പോയിരുന്നു. 3 സെന്ററിൽ പോകാറുണ്ട്. ഒറ്റപ്പാലത്തെ സെന്ററിൽ പോകാറുണ്ട്, ശിവജ്യോതി ഭവനിൽ സമയം കിട്ടുമ്പോഴൊക്കെ പോകും. കാരണം ഒരു ദിവസമെങ്കിലും എനിക്ക് എന്താ പറയുക സിസ്റ്ററുടെ ആ ഒരു ഇത് അത്രയും ഇഷ്ടമാണ്, ആ ഒരു ആത്മബന്ധം. അപ്പോൾ സമയം കിട്ടുന്നവരും നമ്മൾ അവിടെ പോകാറുണ്ട്. ഒരു ഇത് മുടക്കാറില്ല. അപ്പൊ നമുക്ക് സിസ്റ്റർ പറഞ്ഞ പോലെ മരിക്കാനും കൂടി സമയം ഇല്ലാന്നുള്ളത് പറയും. പക്ഷെ ഏത് നിമിഷമാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങാന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ അതിന്റെ മുന്നേ നമ്മളെ കഴിയുന്ന കുറച്ച് നല്ല കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടി ചെയ്യും. പക്ഷെ അവനവന് വേണ്ടിയിട്ട് നമുക്ക്
ചെയ്യാനുള്ളൊരു കാര്യമാണ് രാജയോഗ ധ്യാനം. അത് എല്ലാവരുടെ കുടുംബാംഗങ്ങൾ എല്ലാ കുടുംബങ്ങൾക്കും അതിൻ്റെ അനുഭവം കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുകയാണ്. ഇനി ഇപ്പോൾ വരദാനക്കാർഡുമായിട്ട് നമുക്ക് ബുക്കിൽ ഫോൺ നമ്പർ എഴുതാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതിക്കോളൂ. അതുപോലെ അതിൽ 9207477767